തൊട്ട് ഹാർദവമായ സ്വാഗതം. എൻ്റെ പേര് ഗോൾഡൻ ബെൽ. ഞാൻ എറണാകുളം എടപ്പള്ളി സ്വദേശിയാണ്. വളരെ കുറച്ച് നാളുകളായി ഈ ബയോടെറിയം ബിസിനസ് ആത്മാർത്ഥമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ ടീമിന്റെ എല്ലാ സപ്പോർട്ടും ഉണ്ട്. അതിലുപരി എൻ്റെ ഗ്രേറ്റ് ലീഡേഴ്സ് ആയിട്ടുള്ള അഭിലാഷ് സാർ, ഡാനി സാർ, മനോജ് സാർ, വിനോദ് സാർ എല്ലാവരും എനിക്കും എൻ്റെ ടീമിനും വേണ്ട എല്ലാ സപ്പോർട്ടും തന്നുകൊണ്ടിരിക്കുന്നു. നമ്മളുടെ ഇന്നത്തെ സൂം മനോഹരമാക്കുന്നതിന് വേണ്ടി നമ്മളുടെ ഇന്നത്തെ ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരും ഫാസ്റ്റ് ആയിട്ട് അവരവരുടെ ടീമിനെ കൂടി ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. അതിനുള്ളൊരു ടൈമിങ് കൂടി ആയിട്ട് എല്ലാവരും കൂടി എടുക്കുക. നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, നമ്മളിൽ ഒരു മഹത്വം കാണാതിരിക്കുന്നിടത്തോളം കാലം, അല്ലെങ്കിൽ തിരിച്ചറിയാതിരിക്കുന്നിടത്തോളം കാലം നമ്മളിൽ ഒരു മഹത്വം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഉള്ളൊരു ലീഡർ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു വ്യക്തിയുടെ ഉള്ളിൽ നമ്മൾ അറിയാതെയുള്ള ആ ഒരു പവറിനെ അല്ലെങ്കിൽ ഒരു സ്ട്രെങ്തിനെ തിരിച്ചറിഞ്ഞ് ആ വ്യക്തിക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനവും, ബിസിനസ്സിന് വേണ്ട വളർച്ചയ്ക്ക് കൂടെ നിർത്തി നല്ലൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലോട്ട് ആ ഒരു ലീഡറെ ആക്കുന്നതും, അദ്ദേഹത്തിനെ വിശ്വസിച്ച് വന്നിട്ടുള്ള ഒരുപാട് ടീം മെമ്പേഴ്സിനെ തിരിച്ചറിയുന്നതാണ് യഥാർത്ഥത്തിലുള്ള ഒരു ലീഡർ. എങ്കിൽ നമുക്കിന്ന് ഈ സൂമിലുള്ളത് ഒരു കൂട്ടം ലീഡേഴ്സിന്റെ ഒരു ട്രെയിനിങ് സെഷൻ ആണ് എല്ലാ ദിവസവും രാവിലെ ഉള്ളത്. അപ്പൊ ഏറ്റവും നല്ല ലീഡേഴ്സ് ആക്കുന്നതിനും ആ ലീഡേഴ്സിൽ കൂടി ഏറ്റവും നല്ലൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്യുന്നതിനും വേണ്ടി നമുക്ക് വേണ്ട എല്ലാ മാർഗനിർദ്ദേശങ്ങളും തന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മളുടെ ഏറ്റവും ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള തൃപ്പൂണിത്തുറക്കാരനായിട്ടുള്ള മനോജ് സർ. നമ്മുടെ കേരള ടീമിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മെന്ററും ട്രെയിനറും ലീഡറുമായിട്ടുള്ള മനോജ് സാർ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ടാണ് 1 CR above 10 മാസം കൊണ്ട് ടച്ച് ചെയ്തത്. അപ്പൊ അദ്ദേഹം കാണിച്ചു തന്നിട്ടുള്ള ഒരു മാതൃക ഇന്ന് നമുക്കിവിടെ കാണാനുണ്ട്. അപ്പൊ അതുകൊണ്ട് വിജയിച്ചവരുടെ ആ സക്സസ് നമ്മളും ലീഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടീമിലുള്ള എല്ലാ ലീഡേഴ്സിനെയും കൂടി ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ബിസിനസ് നല്ല രീതിയിൽ ചെയ്യാനും നമ്മുടെ ടീമിന് നല്ല നോളജുകൾ ലഭിക്കുകയും ചെയ്യുന്നു. എങ്കിൽ നമുക്ക് വെൽക്കം ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു തങ്കമണി മാഡം. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു, വിജയാശംസകൾ നേരുകയാണ്. എല്ലാവരും വളരെ സന്തോഷത്തിലും പ്രത്യാശയിലും പ്രതീക്ഷയിലും അല്ലെ ഒക്കെയാണ് ഇപ്പോ ബയോട്ടോറിയത്തിൽ ആയിരിക്കുന്നത്. കാരണം പല പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിടുന്ന അവസരത്തിലാണ് ഒരുപക്ഷെ നിങ്ങളിലേക്ക് ബയോട്ടോറിയം എന്ന് പറയുന്ന ഈ കോൺസെപ്റ്റ് എത്തിക്കാണുക. ഇത് കേട്ടപ്പോൾ തന്നെ സ്വീകരിച്ചവർ വളരെ വിരളമാണ്. എന്നെ പോലുള്ള അപൂർവം ചില ആളുകളെ ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാവരും ഇങ്ങനെയുള്ള ഒരു പ്രോഗ്രാം ഉണ്ട് എന്ന് പറയുമ്പോൾ അതിനെ എതിർക്കാനുള്ള ഒരു മനസ്ഥിതിയാണ് പൊതുവെ ഈ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് പോലും ഉണ്ടായിട്ടുണ്ടാകുക. ഇന്ന് അവരെല്ലാം വലിയ ലീഡേഴ്സ് ആയിട്ടുണ്ടാവും, വലിയ അച്ചീവേഴ്സ് ആയിട്ടുണ്ടാവും, വലിയ ഇതിന്റെ ബ്രാൻഡ് അംബാസഡറായി മാറിയിട്ടുണ്ടാവും. പക്ഷെ തുടക്കത്തിൽ എല്ലാവരും ഒരു എതിർക്കുന്ന ഒരു മൈൻഡ് സെറ്റോട് കൂടിയാണ് പലരുടെയും നിർബന്ധം കൊണ്ട് ഒരുപക്ഷെ ബയോട്ടോറിയത്തിലേക്ക് വന്ന ആളുകളായിരിക്കാം ഇവിടെ ഇരിക്കുന്നവർക്ക്. എന്തായാലും എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ ഹാർദമായി സ്നേഹത്തിന്റെ ഭാഷയിൽ നിങ്ങൾ എത്തിയിരിക്കുന്ന ഒരു സ്ട്രോങ് പ്ലാറ്റ്ഫോമിലാണെന്നും ഒരു നല്ല ടീമിന്റെ കൂടെയാണെന്നും ലക്ഷ്യസ്ഥാനത്തേക്ക് നിങ്ങളെ നയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ടീമിന് സാധിക്കുമെന്നും ഉറപ്പ് നൽകാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന 2 പ്രശ്നങ്ങളാണ് ആരോഗ്യവും സമ്പത്തും എന്നുള്ളത്. പ്രത്യേകിച്ച് കൊറോണയ്ക്ക് ശേഷമാണ് നമ്മൾ ഈ ആരോഗ്യത്തെ കുറിച്ച് കുറേയും കൂടി ബോധവാന്മാരായത്. അതിനു മുമ്പ് അറിയാമെങ്കിലും അത്രയും വലിയ ബോധവാന്മാരായിരുന്നില്ല എന്നുള്ളതാണ്. കൊറോണയ്ക്ക് ശേഷം ഒത്തിരി ആളുകൾ ആരോഗ്യത്തെ കുറിച്ച് നല്ല ബോധവാന്മാരായിട്ടുണ്ട്. എങ്ങനെ ജീവിക്കണം, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പാടില്ല, എങ്ങനെ നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുന്നതിനെ കുറിച്ച് നല്ല ബോധവാന്മാരാണ്. അതോടൊപ്പം കൊറോണ തകർത്തതാണ് നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥ എന്ന് പറയുന്നത്. ലോകരാജ്യങ്ങൾ മുഴുവൻ സാമ്പത്തികമായി തകർന്നുപോയി. പല ബിസിനസ് സ്ഥാപനങ്ങളും തകർന്നു.
സാധാരണക്കാരായ ചെറിയ ചെറിയ കച്ചവടമൊക്കെ ചെയ്ത് ജീവിക്കുന്ന കച്ചവടക്കാർ പോലും തകർന്നുപോയി. സ്ഥാപനങ്ങളും അടച്ചുപൂട്ടി, പല സ്ഥാപനങ്ങളും അടച്ചുപൂട്ടി. അങ്ങനെ സാമ്പത്തിക മേഖലയിൽ വലിയൊരു തളർച്ച ഉണ്ടായി. ആരോഗ്യ മേഖലയെ കുറിച്ച് പിന്നെ പറയണ്ട. നമ്മുടെ ഉറ്റവരും അല്ലെ പരിചയക്കാരും സ്നേഹിതരും നമ്മുടെ കുടുംബത്തിൽ നിന്ന് പോലും ആളുകൾ, നഷ്ടപ്പെട്ട ആളുകൾ ഒരുപക്ഷെ ഈ പ്രോഗ്രാമിൽ ഉണ്ടാകാം. ഇതിനെല്ലാം പ്രതിവിധി എന്താണെന്ന് ചിന്തിക്കുമ്പോഴാണ് അറിഞ്ഞോ അറിയാതെയോ ബയോട്ടോറിയം നമ്മുടെ മുമ്പിലേക്ക് ദൈവത്തിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ എപ്പോഴും അതിനെക്കുറിച്ച് പറയാറുണ്ട്. കാരണം എന്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കിയ ഒരു മഹാപ്രസ്ഥാനമാണ് നമ്മൾ ഇന്ന് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന ആ കമ്പനിയും അതിലെ അക്ഷരങ്ങളും. അല്ലേ, അക്ഷരങ്ങൾക്ക് ജീവനുണ്ടോ? അല്ലെ, അക്ഷരങ്ങൾക്ക് ജീവനുണ്ടോ എന്ന് ചോദിച്ചാൽ അക്ഷരങ്ങൾക്ക് ജീവനില്ല. അല്ലെ, പക്ഷേ അത് ചേർത്ത് വായിച്ചിട്ട് നമ്മളത് ഹൃദയത്തോട് ചേർത്ത് വെക്കുമ്പോൾ അതിനെല്ലാം ജീവൻ തുടിക്കും. അങ്ങനെ ഈ ബയോട്ടോറിയം എന്ന് പറയുന്നത്, അതിന്റെ പേര് പോലും ആദ്യം പറയാൻ വലിയ പ്രയാസമായിരുന്നു. ഇന്നും പലർക്കും ബയോട്ടോറിയം വേറെ പേരൊന്നും ഉണ്ടായിരുന്നില്ലേ സാറേ എന്നാണ് ചോദിച്ചത് പലരും. അല്ലേ, നിങ്ങളോട് പലരും ചോദിക്കാറുണ്ട്. അപ്പോ ഈ ബയോട്ടോറിയത്തെ ഏറ്റപ്പോ എന്റെ ജീവിതത്തിൽ ഞാൻ ഈ ബിസിനസ്സിലേക്ക്, ഈ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്ന നിരവധി കുടുംബങ്ങളിലേക്ക്, അല്ലെ, ആയിരക്കണക്കിന് കുടുംബങ്ങളിലേക്ക് ആരോഗ്യവും സന്തോഷവും സമൃദ്ധിയും സമാധാനവും പ്രതീക്ഷയും അല്ലെ നൽകാൻ വേണ്ടി നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. അതാണ് ഈ ബയോട്ടോറിയത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ബയോട്ടോറിയത്തെ നെഞ്ചിലേറ്റണം എന്ന് പറയുന്നത്? വൈ ഈ ബയോട്ടോറിയം? അല്ലെ, വൈ ഈ ബയോട്ടോറിയം എന്നതിന് മുമ്പായിട്ട് അല്ലെ, നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത്? വൈ യു ആർ സിറ്റിംഗ് ഹിയർ? അതാണ് എന്റെ ചോദ്യം. ഈ വൈ ഈ ബയോട്ടോറിയം അവിടെ നിൽക്കട്ടെ. വൈ യു ആർ സിറ്റിംഗ് ഹിയർ? എന്തിനാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്? എന്തിനാ ഇരിക്കുന്നത്? വെറുതെ പണിയില്ലാഞ്ഞിട്ടാണോ? ഈ സുപ്രഭാതത്തിൽ 5 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് അല്ലെ, അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കണം, അതിന്റെ അടിയിൽ വന്നിരി വൈ യു ആർ സിറ്റിംഗ് ഹിയർ? എല്ലാത്തിനും ഒരു വൈ ഉണ്ടാവും അല്ലെ. ആ വൈയുടെ ആൻസർ ആണ് നമ്മളെ ചിന്തിപ്പിക്കാനും ജീവിതത്തിൽ വിജയിപ്പിക്കാനും പ്രേരകമാകുന്നതാണ്. ആ വൈകളെ കുറിച്ച് നിങ്ങൾ എന്താ പറയാ, കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കാൻ തയ്യാറാകണം അല്ലെ. ആരോ എഴുതിയിട്ടുണ്ട് വി വാണ്ട് മണി അല്ലെ. വൈ യു ആർ സിറ്റിംഗ് ഹിയർ എന്ന് പറഞ്ഞാൽ വി വാണ്ട് ഫിനാൻഷ്യൽ ഫ്രീഡം അല്ലെ. നമുക്കൊരു സാമ്പത്തിക സ്വാതന്ത്ര്യം വേണം. അതാണ്, അതിനാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ആ സാമ്പത്തിക സ്വാതന്ത്ര്യം എങ്ങനെ നേടാൻ വേണ്ടി സാധിക്കുന്നു? ബയോട്ടോറിയം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം ഡയറക്ട് സെല്ലിംഗ് കമ്പനികളുടെ കാലഘട്ടമാണ് ഇനി വരാൻ വേണ്ടി പോകുന്നത്. ഇത്രയും കാലം പലരും വന്നു, ഇത്രയും കാലം പുതിയ നിയമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ വർഷം മുതൽ ആണ് നല്ല പുതിയ നിയമങ്ങൾ സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ഒക്കെ കൊണ്ടുവന്നത്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ഇനി ഇവിടെ തിളങ്ങാൻ വേണ്ടി പോകുന്ന ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ആണ്. ഒരു സംശയവും വേണ്ട. ആരൊക്കെ ഇതിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നുണ്ടോ, ഉറപ്പിച്ചും തറപ്പിച്ചും ആവർത്തിച്ച് ഞാൻ പറയുന്നു, ആരൊക്കെ ഇതിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നുണ്ടോ അവരെല്ലാം തന്നെ ഭാവിയിൽ ഫിനാൻഷ്യൽ ഫ്രീഡം അനുഭവിക്കാൻ വേണ്ടി വിധിക്കപ്പെട്ട മഹത് വ്യക്തിത്വങ്ങളായിരിക്കും. നോ ഡൗട്ട് അക്കാര്യത്തിൽ. സ്റ്റിക്ക് ഓൺ ചെയ്യാന്നുള്ള ഒരു മനോഭാവമാണ് നിങ്ങൾക്ക് ആദ്യം വേണ്ടത്. അപ്പൊ അതിൽ പല കമ്പനികൾ വരും, പല കമ്പനികൾ പോവും ഇല്ലേ. അപ്പൊ നമ്മൾ പല കമ്പനികളിലും ഇങ്ങനെ ഇറങ്ങി കയറി നടക്കാതെ, മനസ്സിലായ, ഷോപ്പിംഗ് മാളിലേക്ക് പോയാൽ പല ഷോപ്പിംഗ് മാളിലും പല പല സാധനങ്ങൾ ഉണ്ടാവില്ല. അതൊക്കെ കണ്ടിങ്ങനെ ഇറങ്ങി കറങ്ങി നടക്കുന്ന ആളുകളുണ്ട്. ഒരു സാധനവും വാങ്ങാറില്ല. കണ്ടിട്ടില്ലേ നിങ്ങൾ ചില ആളുകളെ? അവിടെ പോയിട്ട് ഡ്രസ്സ് കടയിൽ പോകും, അതിന് ആ ഡ്രസ്സ് എടുക്കുക, ഈ ഡ്രസ്സ് എടുക്കുക എന്നൊക്കെ പറയും. ഇത് വേണ്ട, ഇത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ, എന്നിട്ട് അടുത്ത കടയിലേക്ക് പോകും അല്ലേ. ഇങ്ങനെ കറങ്ങി നടന്നിട്ട് പോകുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. അതുപോലെ നിങ്ങൾ ഇങ്ങനെ പല കമ്പനികളും വിസിറ്റ് ചെയ്ത് അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ട് അവിടുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അടുത്ത കമ്പനിയിലേക്ക് പോവാം, അവിടുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കുക, അടുത്ത കമ്പനിയിലേക്ക് പോവാം. ഇങ്ങനെ പോയാൽ ഒന്നും തന്നെ ഈ ഡയറക്ട് സെല്ലിംഗിൽ സക്സസ് ആകാൻ വേണ്ടി സാധിക്കും. അപ്പൊ നമ്മൾ ഒരു കമ്പനിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ കമ്പനിയെ കുറിച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. ആ കമ്പനിയുടെ പ്രൊഫൈൽ പഠിക്കണം. അത് ആരാണ് നയിക്കുന്നത്, അതിന്റെ MD ആരാണ്, ഇത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റിയും കഴിവും അതിനുള്ള ആസ്തിയും ആ കമ്പനിക്ക് ഉണ്ടോ, ആ കമ്പനിയുടെ പ്രൊഫൈൽ നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. അപ്പൊ ഇന്ന് ആരുടെ മുമ്പിൽ നമുക്ക് കൃത്യമായിട്ട് പ്രൊഫൈൽ പറഞ്ഞു കൊടുത്ത് അല്ലെ, ആ പ്രൊഫൈൽ അവതരണത്തിലൂടെ തന്നെ അദ്ദേഹം കൊള്ളാം കേട്ടോ ഈ കമ്പനി എന്ന് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് നമുക്ക് നല്ലൊരു തീ കോരി ഇടാൻ വേണ്ടി സാധിക്കുന്ന രീതിയിലുള്ള കമ്പനിയാണ് നമ്മൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ബയോട്ടോറിയം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വൈ ഈ ബയോട്ടോറിയം എന്ന് വെച്ചാൽ കമ്പനിയുടെ പ്രൊഫൈൽ തന്നെയാണ് നമ്പർ 1. പല തട്ടിക്കൂട്ട് കമ്പനികളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അവരുടെ ഒരു പ്രൊഫൈൽ പറയാൻ പറ്റില്ല. അവർ ഏറ്റവും ആദ്യം നമ്മൾ പറയുന്നത് ഈ കമ്പനിയുടെ പ്രൊഫൈലാണ്. കാരണം ഈ ഇൻഡസ്ട്രിയിൽ ആളുകൾ കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, ആളുകൾക്ക് പല പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
അല്ലെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ പോയിട്ടുണ്ടാവില്ല. അപ്പൊ അതെല്ലാം അനുഭവിച്ച ജനതതിയിലേക്കാണ് നമ്മൾ വീണ്ടും ഈ ബയോട്ടോറിയം ആയിട്ട് കടന്നു ചെയ്തത്. സ്വാഭാവികമായിട്ടും അവർ പറയും, ഞാൻ ഇതുപോലെ ഒത്തിരി കമ്പനികൾ ചെയ്തിട്ടുണ്ട്, ഇതിനൊന്നും നിലനിൽപ്പില്ല, ഈ കമ്പനികളൊക്കെ വന്ന പോലെ പോകുന്നതാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്പനി അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരിക്കും. കാരണം ഇതൊരു ഡയറക്ട് സെല്ലിങ്ങിന് വേണ്ടി തുടങ്ങിയതല്ലെന്നും 2008 മുതൽ ട്രഡീഷണൽ ബിസിനസ്സിലൂടെ അല്ലെ പ്രൊഡക്റ്റുകൾ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ചുകൊണ്ട് തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഈ ഫീൽഡിൽ PhD നേടിയ മാഗ്നറ്റിസത്തിലും നാനോ ടെക്നോളജിയിലും സോഫ്റ്റ്വെയറിലും ഒരു ഡയറക്ട് സെല്ലിങ്ങിന്റെ ഹൃദയം എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ആണ്. സ്വന്തം സോഫ്റ്റ്വെയർ ജാമായ എല്ലാം തീർന്നു ഇല്ലേ. കറക്റ്റ് എൻട്രി ചെയ്യാനും പേ ഔട്ട് എടുക്കാനും ആക്ടിവേഷൻ ചെയ്യാനും ഒക്കെ സാധിക്കുന്ന ഓരോ കാര്യങ്ങളും അപ്പോൾ കസ്റ്റമേഴ്സിനെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ കൃത്യമായിട്ട് അറിയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സോഫ്റ്റ്വെയർ വേണം. അതിന് ഒരു രൂപ പോലും കൊടുക്കാതെ ലക്ഷക്കണക്കിന് രൂപ കൊടുത്തുകൊണ്ടാണ് പല കമ്പനികളും സോഫ്റ്റ്വെയർ റെന്റിന് എടുക്കുന്നത്. നമ്മുടെ ഓൺ സോഫ്റ്റ്വെയർ, ഓൺ പ്രൊഡക്ട്സ് അല്ലെ, എല്ലാം സ്വന്തമാണ്. അതിന്റെ MDയും ഇതിൽ നമ്പർ 1 വൈദഗ്ധ്യമുള്ള ആളാണ്. സാഗർ ജോഷി സാറൊന്നും അല്ല മാഗ്നറ്റിസം ലോകത്ത് കൊണ്ടുവന്നത് അല്ലെ. അത് എത്രയോ പുരാതനമായ ഒരു തിയറിയാണ്, ഒരു സയൻസ് ആണ്. പക്ഷേ അതിനെ ജനകീയമാക്കിയത് നമ്മുടെ പ്രിയങ്കരനായ സാഗർ ജോഷി സാറാണ്. ഈ മാഗ്നറ്റുകളെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന റിസ്റ്റ് ബാൻഡും വാട്ടർ എനർജി പാഡും മാട്രസ് പാഡും പില്ലോ പാഡും അതുപോലെ തന്നെ ബോഡിയിൽ ഓരോ ഓർഗൻസിനെയും എനർജൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന അഡീഷണൽ ആയിട്ടുള്ള മാഗ്നറ്റിക് പ്രൊഡക്ട്സുകളും ആ രീതിയിൽ രൂപകൽപ്പന ചെയ്തുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് ഒരു സാധാരണക്കാരന് പ്രത്യേകിച്ച് ഒന്നുമില്ലാതെ ഉപയോഗിച്ചാൽ കിടക്കുന്ന വിരിപ്പിൽ അവിടെ ബെഡിൽ വിരിക്കുക, കുടിക്കുന്ന വെള്ളത്തെ മാഗ്നറ്റൈസ് ചെയ്യുക, ഒരു വാച്ച് പോലെ കൈ കെട്ടി, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണത്. ആ രീതിയിലേക്ക് ജനകീയമാക്കിയിട്ട് ഈ മാഗ്നറ്റിക് എനർജി മനുഷ്യ ശരീരത്തിൽ ആവാഹിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഈ മാഗ്നറ്റിസത്തെ കൊണ്ടുവന്നു എന്നുള്ളതാണ് സാഗർ ജോഷി സാറിന്റെ ഏറ്റവും മനോഹാരിത എന്ന് പറയുന്നത്. ഈ അവസരത്തിൽ അദ്ദേഹത്തിന് ഞാൻ ബിഗ് കൺഗ്രാജുലേഷൻസ് നേരുകയാണ് സാഗർ ജോഷി സാർ. കാരണം അദ്ദേഹത്തെ കുറിച്ച് ചിന്തിക്കാതെ പറയാതെ നമുക്ക് ഒരു ദിവസം പോലും നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ആ വ്യക്തി എപ്പോഴും നമ്മളിങ്ങനെ ഇന്നലെ രാത്രി എന്നോട് കുറെ നേരം സാറ് സംസാരിച്ചിരുന്നു. ഒരു 10:11 മണിയാവാറായി ആ സമയത്ത് എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് അദ്ദേഹം ഡെഡിക്കേറ്റ് ചെയ്ത് 24/7/365 ഡേയ്സ് ബയോട്ടോറിയത്തിന്റെ കൂടെയാണ്. വേറൊന്നുമില്ല അദ്ദേഹത്തിന്റെ ചിന്ത. 24 മണിക്കൂറും തന്നെ വിശ്വസിച്ചുകൊണ്ട് ഈ ഇൻഡസ്ട്രിയിലേക്ക് ബയോട്ടോറിയത്തിലേക്ക് കടന്നു വരുന്ന ആളുകളെ എങ്ങനെ വിജയിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒറ്റ ചിന്തയായിട്ടാണ് അദ്ദേഹം നടക്കുന്നത്. 24 hours ലൈവായിട്ടുള്ള ഒരു CMDയെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. അവർക്ക് പല ബിസിനസ് ഉണ്ടാവും. അതിന്റെ കൂട്ടത്തിൽ ഒരു ബിസിനസ് എന്നുള്ള നിലയിൽ ഇതിനെ കൈകാര്യം ചെയ്യാന് പല ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിലുള്ള CMDമാർ. ആ CMD ഒന്നും നമുക്ക് കാണാനോ കേൾക്കാനോ ചെവിക്കൊള്ളാനോ അവരോട് സംസാരിക്കാനോ പോലും പറ്റില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോളൂ. ഏതെങ്കിലും ഒരു കമ്പനിയുടെ CMD ആയിട്ട് അതിന്റെ താഴെ ബോട്ടം ലെവൽ, ഞാനൊക്കെ എത്രയോ ബോട്ടം ലെവലിൽ നിൽക്കുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടറാണ് അല്ലെ, നമുക്ക് സംസാരിക്കാൻ പറ്റുമോ? നിങ്ങൾ പല കമ്പനിയിലും ചെയ്തിട്ടുണ്ടാവും. ഇപ്പോഴിവിടെ പല കമ്പനികളുണ്ട് സുഹൃത്തുക്കളെ. ഏതെങ്കിലും കമ്പനിയുടെ CMD ആയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുമോ? ഇല്ല. അദ്ദേഹം ഉടനെ കൊച്ചിയിലേക്ക് വരുന്നുണ്ട്. എന്തായാലും ഏപ്രിൽ മാസത്തിൽ കൊച്ചി വിസിറ്റ് ചെയ്യുന്നതിനോട് ഇന്നലെയും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വന്നു കഴിഞ്ഞാൽ നമുക്ക് തൊട്ടടുത്തിരിക്കാനും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാനും ഫോട്ടോ സെഷൻ ചെയ്യാനും ഒക്കെ അനുവദിക്കുന്ന നമ്മളിൽ ഒരാളായിട്ട് നമ്മളൊരു സഹോദരനെ പോലെ നമുക്ക് ചേർത്ത് പിടിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു CMD ആണ് നമ്മുടെ CMD എന്ന് പറയുന്നത്. ഇപ്പൊ പ്രൊഫൈൽ ഓക്കെയാണ്, MD ഓക്കെയാണ്, അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ ഓക്കെയാണ്, നോളജ് ഒക്കെയാണ്, സോഫ്റ്റ്വെയർ ഒക്കെയാണ്, പ്രൊഡക്റ്റ് ഒക്കെയാണ് പല പല പ്രൊഡക്ട്സുകളും ഇന്ന് ഇവിടെ ഈ ബയോട്ടോറിയത്തിന്റെ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാണെന്നുള്ളതാണ്. കേവലം മാഗ്നറ്റിക് പ്രൊഡക്ട്സുകൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഇന്ന് ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സിലേക്ക് എത്തിക്കൊണ്ട് വെൽനസ് പ്രൊഡക്റ്റിലേക്ക് ഗ്രോസറി ഐറ്റംസും അതുപോലെ പ്രൊഡക്ട്സുകളും വരുന്ന ദിവസങ്ങളിൽ ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. ഏപ്രിൽ എന്ന് പറയുന്നത് ഇവിടെ ബയോട്ടോറിയത്തിന്റെ പെരുമഴക്കാലമായിരിക്കും. ഒരു സംശയം വേണ്ട. ഏപ്രിലും ഈ മാസം നിങ്ങൾ നോക്കിക്കോളൂ കേരളത്തിൽ മഴ പെയ്യാൻ വേണ്ടി പോകുന്ന എപ്പോഴാണ് നമുക്കറിയാം. ഇടവപ്പാതി എന്നൊക്കെ പണ്ട് പറയാറുണ്ട്. അപ്പൊ ആ രീതിയിലേക്ക് ഒരു സംശയം വേണ്ട. അടുത്ത ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ ബയോട്ടോറിയത്തിന്റെ പെരുമഴക്കാലം ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് സുഹൃത്തുക്കളെ, റീപർച്ചേസിലൂടെ. അപ്പൊ ഇത്രയും നല്ലൊരു സ്ട്രോങ് ആയ പ്ലാറ്റ്ഫോമാണ് ബയോട്ടോറിയം എന്ന് പറയുന്നത്. കൊടുക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി സാധിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇവിടെ കിട്ടിയ റിസൾട്ട് കിട്ടി എത്ര ആളാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. ഇതിനെ പുച്ഛത്തോട് നോക്കിയവരും കളിയാക്കിയവരും ഇതിന് റിസൾട്ട് ഉണ്ടാകുമോ എന്ന് ചോദ്യചിഹ്നം അവരുടെ മനസ്സിൽ ഉദിച്ചപ്പോഴും നമ്മളെ പലരും ദൈവനിയോഗം പോലെ നമ്മളെ കമ്പൽ ചെയ്തുകൊണ്ട് നിർബന്ധിക്കപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് വന്നതെങ്കിലും അത് ഉപയോഗിച്ചപ്പോ
നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മഹാത്ഭുതങ്ങൾ നമ്മുടെ ശരീരത്തിൽ സൃഷ്ടിക്കാൻ വേണ്ടി സാധിച്ച ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ കൊടുത്ത ആളുകൾക്കെല്ലാം എത്ര റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ നമ്മൾ ദൈവാനുഗ്രഹമുള്ളവരാണ്, ഒരു സംശയം വേണം. ഒരു ഡയറക്ട് സെല്ലിക്കും കമ്പനിക്കും അവകാശപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള റിസൾട്ടുകൾ നമുക്ക് ബയോട്ടോറിയത്തിലൂടെ നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. എത്ര റിസൾട്ടുകളാണ്, ചിന്തിക്കാൻ പറ്റില്ല നമുക്ക്. ഞാൻ അതിലേക്കൊന്നും ഇപ്പൊ പോകുന്നില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു ദൈവാനുഗ്രഹമുള്ള പ്രവൃത്തിയാണ്, ഒരു സംശയം വേണ്ട. ബ്ലെസ്സിങ്സിന്റെ, അനുഗ്രഹത്തിന്റെ പണമാണ് നമ്മളിലേക്ക് എത്തിച്ചേരുന്നത്. ഇവിടെ പറഞ്ഞു ഫിനാൻഷ്യൽ ഫ്രീഡം തന്നെയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. പക്ഷെ അതിലേക്ക് വരുന്ന ഓരോ രൂപയും അനുഗ്രഹത്തിന്റെ പണമാണ്, ശാപത്തിന്റെ പണം ഇവിടെ ഇല്ല. ഉണ്ടോ? എന്റെ കാശ് പോയി എന്ന് പറഞ്ഞ് ശപിച്ച് ഇല്ലേ കിട്ടുന്ന പണമല്ല ഇവിടെ. ഓരോരോ ആളുകൾക്ക് റിസൾട്ട് കിട്ടുമ്പോൾ ഇല്ലേ, എന്റെ അടുത്ത് സിജി ശ്രീജിത്ത് ഈ പ്രൊഡക്റ്റ് തന്നുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടിട്ടാ, എന്റെ അസുഖം മാറി, അത് മാറി, ഇത് മാറി ഇല്ലേ, ഇല്ലെങ്കിൽ എനിക്ക് ഇത്ര രൂപ കിട്ടിയാട്ടാ, ഞാൻ ഇത്ര ആളോട് പറഞ്ഞപ്പോ ഇത്ര രൂപ കിട്ടി എന്ന് അവർ പറയുമ്പോ അത് അനുഗ്രഹമാണ് എന്റെ സുഹൃത്തുക്കളെ. ബ്ലെസ്സിങ്സ് എന്ന് പറഞ്ഞാൽ ആ ബ്ലെസ്സിങ്സ്, അനുഗ്രഹം നമുക്ക് മാത്രമല്ല കേട്ടോ. നമുക്കൊരു അനുഗ്രഹം കിട്ടിയാൽ അത് നമ്മുടെ തലമുറകളിലേക്ക് മാറും, അത് ഒരു സംശയം വേണ്ട. നിങ്ങൾക്കൊരു ശാപമാണ് ഒരാളിൽ നിന്ന് കിട്ടുന്നെങ്കിൽ അതും നിങ്ങളുടെ തലമുറകളിലേക്ക് മാറും. നമുക്ക് കുട്ടികൾക്കും പേരക്കുട്ടികളൊക്കെ അതിന്റെ ശാപത്തിന്റെ ഇല്ലേ അനുഭവിക്കേണ്ടി വരും, ദുഷ്ടത അനുഭവിക്കേണ്ടി വരും, അല്ലെങ്കിൽ അതിന്റെ എന്താ പറയാ വേദന അനുഭവിക്കേണ്ടി വരും. ബ്ലെസ്സിങ്സ് ആണെന്നും അതേപോലെ തന്നെയാണ്. നിങ്ങൾക്ക് കിട്ടുന്ന ബ്ലെസ്സിങ്സ് ഉണ്ടല്ലോ, അത് നിങ്ങളിൽ മാത്രമല്ല നമ്മുടെ തലമുറകളിലേക്ക് പോലും അതിന്റെ ഗുണം ലഭിക്കുന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ എത്തിവിട്ടിരിക്കുന്ന ഒരു സ്ട്രോങ് പ്ലാറ്റ്ഫോം തന്നെയാണ്, ഒരു സംശയവും വേണ്ട. പ്രൊഫൈലൊക്കെ, പ്രൊഡക്റ്റ് ഒക്കെ, ഇനി പേ ഔട്ട് ആണെങ്കിലോ അല്ലെ, മുഴുവൻ ആളുകളെയും ഞെട്ടിച്ചുകൊണ്ട് ഇത്രയും പേ ഔട്ട് കൊടുക്കുന്ന ഒരു കമ്പനി ഇന്ന് ലോകത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്, വൈ ഈ ബയോട്ടോറിയം. നിങ്ങളോടൊക്കെ പലരും പല കമ്പനിയായിട്ട് വരുമ്പോ, അല്ലെങ്കിൽ പലരും ഈ കമ്പനി വിട്ട് പല കമ്പനിയിലേക്ക് പോയപ്പോഴും, പല കാരണങ്ങൾ കൊണ്ട് പോയപ്പോഴും അവർക്കൊന്നും അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റാതെ പോയത് നമ്മുടെ പേ ഔട്ടിലുള്ള മനോഹാരിതയാണ്. 100 PV ബിസിനസ് ചെയ്യുമ്പോൾ 100 PV മാച്ച് ചെയ്താൽ 14,900 രൂപ കൊടുക്കുന്ന ഒരു കമ്പനി വേൾഡിൽ ഉണ്ടെങ്കിൽ ആ കമ്പനിയുടെ പേരാണ് ഈ ബയോട്ടോറിയം. ആലോചിച്ച് നോക്കണം നിങ്ങൾ. 100 PV ബിസിനസ് നിങ്ങൾ ചെയ്താൽ അല്ലേ 14,900 രൂപ വാങ്ങിക്കാം. നിങ്ങൾക്ക് ഒരു 15,000 രൂപ ഒരാൾക്ക് കടമുണ്ടെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ ഞാൻ തരാം എന്ന് പറഞ്ഞുകൊണ്ട് 2 സെയിൽ എടുത്താൽ മതി. 2 സെയിൽ, 2 കസ്റ്റമറെ കണ്ടാൽ 15,000 രൂപയോളം അക്കൗണ്ടിലേക്ക് കൊടുക്കുന്ന ഒരു കമ്പനി ലോകത്തുണ്ടെങ്കിൽ ആ കമ്പനിയുടെ പേര് ഈ ബയോട്ടോറിയം. വേറൊരു കമ്പനിയും ഇല്ല, ഒരു കമ്പനിയും ഇല്ല, ഒരു സംശയം വേണ്ട. അതാണ് നമ്മുടെ ഇൻകം പ്ലാനിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിനെ വെല്ലാൻ പറ്റുന്ന ഒരു ഇൻകം പ്ലാൻ എന്ന് ലോകത്തൊരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിക്കും ഇല്ല. ഒരു സെയിൽ എടുത്താൽ പോലും വരുമാനം കൊടുക്കുന്ന കമ്പനി ഇല്ലേ? ഏതെങ്കിലും ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിലുണ്ടോ? മാച്ചിങ് ബോണസ് ആണ് എല്ലാ കമ്പനിയിലും കൊടുക്കുക അല്ലെ. മാച്ച് ചെയ്താൽ മാത്രമേ വരുമാനം കൊടുക്കുള്ളൂ. എന്നാൽ അത് മാറ്റി എഴുതിക്കൊണ്ട് അവിടെയും ട്രെൻഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് സാഗർ സാറിന് അല്ലെ വലിയ അത്ഭുതം സൃഷ്ടിക്കാൻ വേണ്ടി സാധിച്ചു. ഈ കഴിഞ്ഞ ജനുവരി 2 ഒരു സിംഗിൾ സെയിലിലൂടെ വരുമാനം കൊടുക്കുന്നു. 13 PV വെറും 4,800 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് നിങ്ങളൊരു അൾട്രാബെറി ജ്യൂസും ഒരു മോർപ്പവറും ഒരു കസ്റ്റമർക്ക് കൊടുത്താൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അടുത്ത കട്ട് ഓഫിൽ 525 രൂപ കിട്ടുന്നു. നോക്കണം, 4,800 ഏറ്റവും ചെറിയ 13 PV പാക്കേജ് ഉണ്ട് നമുക്ക്. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഒരു കസ്റ്റമറുടെ അടുത്ത് തൽക്കാലം ബുദ്ധിമുട്ടാണ്, ഒരു കാര്യം ചെയ്യും, നീ ഈ 4,800 ഒരു അൾട്രാബെറി എടുക്ക്, മോർപ്പവർ എടുക്ക്. ഇതിന്റെ ഗുണത്തിലേക്കൊന്നും ഇപ്പൊ ഞാൻ പോകുന്നില്ല, അപ്പൊ സമയം തികയും. കൃത്യമായിട്ട് അതിന്റെ ഗുണഗണങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. എപ്പോഴും നമ്മൾ ബിസിനസ്സിൽ വിജയിക്കണമെങ്കിൽ പ്രൊഡക്റ്റ് സെയിൽ വേണം. സെയിൽസ് ആണ് നമ്മളെ വിജയിപ്പിക്കുന്നത്. അപ്പൊ അതിന് നമ്മളൊരു സ്കില്ല് നേടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതെല്ലാവർക്കും അറിയാം, ഞാൻ അതിലേക്ക് ഇപ്പൊ പോകുന്നില്ല, അത് സബ്ജക്റ്റ് അല്ലാത്തതുകൊണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഈ അൾട്രാബെറി ജ്യൂസ് കഴിച്ചാലുള്ള ഗുണം എന്താണ്, മോർ പവർ യൂസ് ചെയ്താലുള്ള ഗുണം എന്താണെന്നുള്ള കാര്യം കൃത്യമായിട്ട് അവരെ പറഞ്ഞു മനസ്സിലാക്കി ഗുണങ്ങളെ കുറിച്ചാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. നമ്മൾ അതിനകത്തുള്ള ഇൻഗ്രീഡിയൻസിനേക്കാൾ കൂടുതൽ അവർക്ക് ഉപയോഗിച്ച് എനിക്കെന്ത് ഗുണം കിട്ടും ഇത് ഉപയോഗിച്ചാൽ, അതാണ് ആളുകൾക്ക് അറിയേണ്ടത്. അങ്ങനെ ഒരു 4,800 ചെറിയൊരു 13 PV പ്രൊഡക്റ്റ് കൊടുത്താൽ പോലും 525 രൂപ കിട്ടും ഇല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. അത്രയും സിമ്പിൾ ആയിട്ടില്ല, ഫാസ്റ്റ് ആയിട്ട് വരുമാനം നേടാൻ പറ്റുന്ന ഒരു സിംഗിൾ എൻട്രിയിലൂടെ വരുമാനം കൊടുക്കുന്ന ഒരു കമ്പനി ഉണ്ടെങ്കിൽ ആ കമ്പനിയുടെ പേരാണ് ഈ ബയോട്ടോറിയം. വൈ ഈ ബയോട്ടോറിയം അല്ലേ? എന്തുകൊണ്ട് ഈ ബയോട്ടോറിയം? ഒരു എൻട്രി എടുത്താൽ വരുമാനം കൊടുക്കുന്ന ഒരു കമ്പനി ഉണ്ടെങ്കിൽ ആ കമ്പനിയാണ് ഈ ബയോട്ടോറിയം. അതുകൊണ്ട് ഞാൻ ഈ ബയോട്ടോറിയം സെലക്ട് ചെയ്തിരിക്കും അല്ലേ? ശരിയല്ലേ? ഇനി 2 ഒരേ സമയത്ത് മാച്ച് ചെയ്താൽ 100 PV മാച്ച് ചെയ്യുമ്പോ ഞാൻ പറഞ്ഞു 14,900 രൂപ കിട്ടും. അത് ആർക്കാ കിട്ടുന്നത്? ആരാണോ ഡയറക്റ്റ് ബിസിനസ് എടുത്ത ആൾക്ക് കിട്ടുകയാണ് 14,000. എന്നാൽ ടീം ലീഡറെ സംബന്ധിച്ചിടത്തോളം
100 PV മാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ കമ്പനികളും ഇന്ന് മാക്സിമം 1000-1500 രൂപ കൊടുക്കുന്ന അവസരത്തിൽ ബയട്ടോറിയം എന്ന് പറയുന്ന കമ്പനി 6820 രൂപ കൊടുക്കുന്നതാണ് അല്ലേ? വേറെ ഏത് കമ്പനിയുണ്ട് ഇത്രയും രൂപ കൊടുക്കുന്നത്? എല്ലാ കമ്പനികളും 100 PV മാച്ച് ചെയ്താൽ 1000 അല്ലെങ്കിൽ 1500 രൂപ കൊടുക്കും മാക്സിമം. നിങ്ങൾ നോക്കിക്കോളൂ, പേ ഔട്ട് സ്ട്രക്ചർ നോക്കിക്കോളൂ. ഇവിടെ 100 PV മാച്ച് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ബിസിനസ് ചെയ്യുന്ന ആൾക്ക് 14,900 രൂപ കിട്ടുമ്പോൾ അപ്ലൈൻ ലീഡേഴ്സിന് 6,820 രൂപ കിട്ടും. 1,500 കിട്ടുന്ന സ്ഥാനത്ത് 6,820 രൂപ കൊടുക്കുന്ന കമ്പനിയാണ് ബയട്ടോറിയം. വൈ ഈ ബയട്ടോറിയം? ഇതാണ് കാരണം. മനസ്സിലാവുന്നുണ്ടല്ലോ ഞാൻ പറയുന്നത് അല്ലെ? 1,500 രൂപ കിട്ടുമ്പോ 6,820 രൂപ കിട്ടുന്നു. ഈ 1,500 രൂപ കിട്ടും, അത് വേറെ കിട്ടുന്നുണ്ടല്ലോ നമുക്ക് അല്ലെ? 100 PV മാച്ച് ചെയ്യുമ്പോൾ നമുക്ക് 880 രൂപ നമുക്ക് കിട്ടുന്നുണ്ട്. അത് കൂടാതെ അപ്പൊ ഇത്രയും മനോഹരമായ ഒരു പേ ഔട്ട് സിസ്റ്റം, ഒരു ഇൻകം പ്ലാൻ ഉള്ള കമ്പനി ഇന്ന് ലോകത്തിൽ വേറെ ഒന്നുമില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ചും തറപ്പിച്ചും ആവർത്തിച്ചും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി സാധിക്കണം. അതാണ് നമ്മൾ വൈവായിട്ട് വരുന്നത്. നമുക്ക് അവരുടെ മനസ്സിൽ ചോദ്യം അവരുടെ മനസ്സിലുണ്ടാവും ഇല്ലേ? അപ്പം ഇതിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയിക്കാൻ വേണ്ടി സാധിക്കുന്നുള്ള ഒരു കൃത്യമായ ഒരു പിക്ചർ നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഈ 5 വർഷം ആകുമ്പോഴേക്ക് തന്നെ 300-ൽ പരം കോടീശ്വരന്മാരെ ഇന്ത്യയിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ട്, ട്രെൻഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അല്ലേ, നിരവധി അവാർഡുകൾ, ഫാസ്റ്റസ്റ്റ് കറോർപതി മേക്കിംഗ് കമ്പനി എന്നുള്ള അശോക സ്തംഭ അവാർഡ് പോലും നേടിയിട്ടുള്ള ഒരേ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് സുഹൃത്തുക്കളെ ഈ ബയട്ടോറിയം. ഇവിടെ കോടികൾ കിട്ടിയവർ ഒത്തിരി ഉണ്ട് ഡയറക്ട് സെല്ലിംഗിൽ. അവരെല്ലാം എത്രയോ വർഷങ്ങൾ വർക്ക് ചെയ്തിട്ടാണ് കോടികൾ ഉണ്ടാക്കിയത്. പക്ഷെ ഇവിടെ ആവേശത്തോടെ നെഞ്ചിലേറ്റി പ്രവർത്തിക്കാൻ തയ്യാറുണ്ടെങ്കിൽ 1 വർഷം കൊണ്ട് നിങ്ങൾക്ക് അല്ലെ കോടികൾ നേടാൻ വേണ്ടി സാധിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂലെങ്കിൽ അതിനുള്ള ഒരു തെളിവാണ് ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ ഒരുവനായ ഞാനിത് കേട്ടപ്പോൾ ഇത് നടക്കില്ല എന്ന് വിചാരിച്ചാണ്. പക്ഷെ ഇതിന്റെ പ്ലാൻ കൃത്യമായി പഠിച്ചപ്പോ മനസ്സിലാക്കിയപ്പോ ഊണും ഉറക്കവും ഉപേക്ഷിച്ചുകൊണ്ട് 24 hours നമ്മുടെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് ആവേശത്തോടുകൂടി കുതിക്കാനുള്ള ആവേശം ഉണ്ടാവണം, ഊർജം ഉണ്ടാവണം. അവിടെയാണ് വിജയിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. ഈ ലോകത്ത് വിജയിച്ചവരെല്ലാം ജീനിയസുകളൊന്നും അല്ല, വലിയ അതിബുദ്ധിമാനും അതിമാനുഷികരൊന്നും അല്ല ലോകത്ത് വിജയിച്ച ആളുകൾ. ലോകത്ത് വിജയിച്ച ആളുകളെല്ലാം സാധാരണക്കാരാണ്. പല ശാസ്ത്രജ്ഞന്മാരുടെയും ചരിത്രം നിങ്ങൾ വായിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും അല്ലെ? ആൽബർട്ട് ഐൻസ്റ്റീനെ സ്കൂളിൽ കൊണ്ട് ചേർത്തപ്പോ ഇല്ലേ, അദ്ദേഹം മന്ദബുദ്ധിയാണെന്ന് അമ്മയോട് സുകാര്യം പിടിച്ച് പറഞ്ഞിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോയി വീട്ടിലിരുത്തി പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ അല്ലെ, അറിയാല്ലേ അല്ലെ? അങ്ങനെ വീട്ടിൽ വന്ന് ഇരുന്ന് പഠിച്ച ആളാണ് അദ്ദേഹം. ലോകത്ത് അത്ഭുതകരമായ കണ്ടുപിടുത്തങ്ങൾ നടത്തിയവര്. ജീനിയസുകളായ ആളുകളൊന്നും അല്ല വിജയിച്ച ആളുകൾ. നിങ്ങളുടെ കൂടെ പഠിച്ച ആളുകളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. നിങ്ങളുടെ കൂടെ പഠിച്ച കുറേ ആളുകൾ ഉണ്ടായിരുന്നു. അന്ന് നല്ല മാർക്ക് വാങ്ങിയിട്ട് അല്ലെ ക്ലാസ്സിൽ ഫസ്റ്റ്, അന്ന് അല്ലെ ഏറ്റവും ടോപ്പ് അച്ചീവേഴ്സ് ഒക്കെ ആയ ആളുകൾ ഉണ്ടാവും, ജീനിയസ് ആയ ആളുകൾ. അവരുടെ സ്ഥിതിയും അന്ന് ആ ക്ലാസ്സിൽ ഏറ്റവും പിറകിൽ നിന്നിട്ട് ലാസ്റ്റ് ബെഞ്ചിൽ ഇരുന്നിട്ട് ഇല്ലേ തോന്നിയാസം കളിച്ച ആളുകളൊക്കെ ഉണ്ടാവും അല്ലെ? അവരുടെ സാമ്പത്തിക സ്ഥിതിയും അല്ലെങ്കിൽ അവരുടെ ജീവിത വിജയം, ഇവരുടെ ജീവിത വിജയവും നിങ്ങൾ നോക്കിക്കോളൂ. പലരും ജീനിയസ് ആളുകളൊന്നും അല്ല ജീവിതത്തിൽ വിജയിച്ച ആളുകൾ. ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ വലിയ അതിബുദ്ധിയൊന്നും ആവശ്യമില്ല. വിജയിക്കണം എന്നുള്ളൊരു മനോഭാവം ഉണ്ടാകണം നമ്മൾക്ക്. അത് മാത്രമാണ് ജീവിത വിജയം നേടിത്തരുന്നത്. അപ്പൊ അതിന് പറ്റിയ ഒരു സ്ട്രോങ് പ്ലാറ്റ്ഫോമിലാണ് നമ്മളിപ്പോ ഇവിടെ എത്തിയിരിക്കുന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പോ ഒരു മനോഭാവത്തോടു കൂടിയിട്ട് എനിക്ക് നീട്ടി അട്ടങ്ങുന്ന ഒരു വിഷൻ നിങ്ങൾക്ക് ഉണ്ടാകണം. ആരെപ്പം നിങ്ങളെ തളർത്താൻ വേണ്ടി നോക്കുമ്പോഴും അതിനെയൊക്കെ ചിരിച്ചു തള്ളിക്കൊണ്ട്, മനസ്സിലായ? അവരോട് ശത്രുപക്ഷത്തേക്കൊന്നും പോകണ്ട, അവരോട് ചിരിച്ചു തള്ളിക്കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് കുതിക്കാൻ വേണ്ടി സാധിക്കണം. അവിടെയാണ് വിജയം നിങ്ങളെ തേടി വരുന്നത്, ഒരു സംശയവും വേണ്ട. അപ്പൊ എന്ത് ചോദ്യം ചോദിച്ചാലും വൈ ഈ ബയട്ടോറിയം ചോദിച്ചാൽ അതിന് പേ ഔട്ടിന്റെ കാര്യത്തിലാണ് നമുക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കാനുണ്ട്, പ്രൊഡക്റ്റിന്റെ കാര്യത്തിലാണ് നമുക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കാനുണ്ട്, പ്രൊഫൈലിന്റെ കാര്യത്തിലാണ് നമുക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കാനുണ്ട് ഇല്ലേ? ഇനി അടുത്തത്, എപ്പോഴും ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി എന്ന് പറയുന്നത്, അതിന്റെ ലോങ് വിഷൻ എന്ന് പറയുന്നത്, എപ്പോഴും നമുക്ക് അതിന്റെ ഫ്രൂട്ട്സ് അനുഭവിക്കാൻ വേണ്ടി സാധിക്കുന്നത് അതിന്റെ റീപർച്ചേസ് ഇൻകം അല്ലെ ലഭിക്കുന്നതിലൂടെയാണ്. നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്താൽ, നല്ലൊരു കസ്റ്റമർ ഡാറ്റ നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ, അവരിലൂടെ അവർ പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുമ്പോൾ അതിലൂടെ നമുക്കൊരു ലൈഫ് ലോങ് ഒരു ഇൻകം കിട്ടുന്ന രീതിയിലേക്ക് നമുക്ക് വളരാൻ വേണ്ടി സാധിക്കും. നമ്മുടെ കാലശേഷവും നമ്മുടെ നോമിനിക്ക് ഒരു വരുമാനം കിട്ടുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റമാണ് റീപർച്ചേസ് സിസ്റ്റം എന്ന് പറയുന്നത്. അത് നമ്മുടെ കമ്പനിയിൽ ഇപ്പോൾ വരുന്നേ ഉള്ളൂ, തുടങ്ങിയതേ ഉള്ളൂ. ആരും അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. നിരവധി ഉൽപ്പന്നങ്ങൾ വരാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ. 5 വർഷം കഴിഞ്ഞതേ ഉള്ളൂ നമ്മുടെ കമ്പനി 6ാമത്തെ വർഷത്തിലേക്ക് കടക്കുക. നമ്മുടെ കമ്പനി ഞാൻ പറഞ്ഞു അടുത്ത ഈ ഏപ്രിൽ മെയ്യോട് കൂടിയിട്ട് നിരവധി ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരും.
ഇപ്പോ റീപർച്ചേസ് എന്ന് പറയുന്നത് നമ്മൾ നല്ലൊരു കസ്റ്റമർ ഡാറ്റ ഉണ്ടാക്കുക, നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യുക, നല്ലൊരു കമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്തെടുക്കുമ്പോൾ പല പല ഉൽപ്പന്നങ്ങൾ നമ്മളെ കമ്പനി ഡിസൈൻ ചെയ്ത് മാർക്കറ്റിലേക്ക് എത്തിക്കുമ്പോൾ പിന്നീട് നമുക്ക് വേറെ ഒരു പ്ലാറ്റ്ഫോമിലേക്കും ഒരു ഉൽപ്പന്നങ്ങളും വാങ്ങാൻ പോകേണ്ടി വരില്ല. നമ്മുടെ ഈ ബയോട്ടോറിയത്തിന്റെ പ്ലാറ്റ്ഫോമിൽ തന്നെ എല്ലാ ഉൽപ്പന്നങ്ങളും വാങ്ങിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ ടീമിലുള്ള ആളുകൾ പല പല ഉൽപ്പന്നങ്ങളും അവരുടെ ആവശ്യത്തിന് വാങ്ങുകയോ അല്ലെങ്കിൽ അവർ സെയിൽ ചെയ്യാൻ വാങ്ങുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് റെഗുലർ ആയിട്ട് ഒരു വരുമാനം ലൈഫ് ലോങ് ആയിട്ട് മന്ത്ലി ഒരു സാലറി കിട്ടുന്നത് പോലെ നമുക്ക് കിട്ടുകൂടാ. അതാണ് റീപർച്ചേസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നിങ്ങളുടെ ടീമിൽ ആ മാസം വേറൊരു റിക്രൂട്ട്മെന്റ് നടന്നില്ലെങ്കിൽ പോലും, റിക്രൂട്ട്മെന്റ് ഇല്ല എങ്കിൽ പോലും റീപർച്ചേസ് ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും വിൽപ്പനയും നടത്തുന്നതിലൂടെ ഒരു റെഗുലർ വരുമാനം ലൈഫ് ലോങ് നമ്മുടെ കാലശേഷവും നോമിനി കിട്ടുന്ന ഒരു അവസ്ഥയാണ് റീപർച്ചേസിലൂടെ വരാൻ വേണ്ടി പോകുന്നത്. ഇതിന്റെ മനോഹാരിത നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, നല്ല ടീമിനെ നിങ്ങൾ എല്ലാവരും ബിൽഡ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ആവേശം കാണിക്കുക എന്നുള്ളതാണ്. നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യുക. ടീമിനെ ബിൽഡ് ചെയ്യാൻ എല്ലാവരും ഈ 25,000 പ്രൊഡക്റ്റോ അല്ലെങ്കിൽ 18,800 പ്രൊഡക്റ്റോ ഒന്നും കൊടുക്കണമെന്നില്ല. ചെറിയ ചെറിയ പാക്കേജസ് കൊടുത്തുകൊണ്ട് ആളുകളുടെ എണ്ണം നിങ്ങളുടെ ടീമിലേക്ക് കൂട്ടുക എന്നുള്ളതാണ്. അവർക്ക് സാമ്പത്തികമായിട്ട് താങ്ങാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, 13 PVയുടെ ഒരു പ്രൊഡക്റ്റ് കൊടുത്താൽ പോലും നമുക്ക് ആളുകളെ ഇതിനകത്ത് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. അങ്ങനെ നിങ്ങളുടെ ടീമിൽ ജീനിയസിലും വിന്നർ സൈഡിലുള്ള ആളുകളുടെ എണ്ണം കൂട്ടാൻ വേണ്ടി സാധിക്കണം. ഞാൻ എപ്പോഴും വീണ്ടും ആവർത്തിക്കുന്നതാണ്, ഒരു 100 പേരുടെ ടീമിനെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് റീപർച്ചേസ് ഇൻകം വാങ്ങിക്കാൻ വേണ്ടി സാധിക്കും. ഒരു PVക്ക് 630 രൂപയാണ് ഇവിടെ കൊടുക്കുന്നത്. ഒരു PV മാച്ച് ചെയ്താൽ 630 രൂപ. 1100 രൂപയുടെ ഉൽപ്പന്നങ്ങൾ മുതൽ 0.25 PV മുതൽ നമുക്കറിയാം നമ്മുടെ ഉൽപ്പന്നങ്ങളുണ്ട്. പിന്നെ നിരവധി ഉൽപ്പന്നങ്ങൾ ലോഞ്ച് ചെയ്യും. ഒരു സംശയവും വേണ്ട. ഇപ്പോഴും പലർക്കും സംശയമുണ്ട്, സാറേ ഇതൊന്നും വരുന്നില്ലല്ലോ. ഇതൊക്കെ വരും. തുടക്കത്തിൽ വെറും 4 പ്രൊഡക്റ്റേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ എത്ര പ്രൊഡക്ട്സുകൾ വന്നതല്ലേ? അപ്പോ എല്ലാ പ്രൊഡക്റ്റുകളും വരും. അങ്ങനെ വരുമ്പോഴേക്കും നല്ല ടീമിനെ ക്രിയേറ്റ് 630 രൂപയാണ്. 100 പേരുടെ ടീം നിങ്ങളുടെ ടീമിലുണ്ടെങ്കിൽ 100 പേര് ഒരു PVയുടെ ഉൽപ്പന്നം വാങ്ങിയാൽ 63,000 രൂപ എല്ലാ മാസവും നിങ്ങൾക്ക് കിട്ടും. ഒരു മാസം അല്ല ഇത് കിട്ടാൻ വേണ്ടി പോകുന്നത്. അടുത്ത മാസം പല ഉൽപ്പന്നങ്ങൾ അവർ വീട്ടിലേക്കുള്ള സോപ്പും പേസ്റ്റും ഷാമ്പും ടെക്സ്റ്റൈൽ ഐറ്റംസും ഗ്രോസറി ഐറ്റംസും ഇല്ലേ, അതുപോലെ തന്നെ നമ്മുടെ പല പല ഉൽപ്പന്നങ്ങൾ കോസ്മെറ്റിക് ഐറ്റംസും ഒക്കെ വാങ്ങുമ്പോൾ ഓരോ മാസവും പർച്ചേസ് നടക്കുമ്പോൾ 100 പേരുടെ ടീം ഉണ്ടെങ്കിൽ ഒരു PVയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങിയാൽ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് 63,000 രൂപയാണ്. അവർ 2 PVയുടെ ഉൽപ്പന്നം വാങ്ങുന്നു. ഒരു PV അവർക്ക് ഉപയോഗിക്കുന്നു, ഒരു PV റീറ്റെയിൽ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. 2 സുഹൃത്തുക്കൾക്ക് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ 2 PVയുടെ പർച്ചേസ് അവിടെ നടന്നാൽ നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്ന വരുമാനം 1,26,000 രൂപ. 1,26,000 രൂപ മാസ വരുമാനം. പുതിയ റിക്രൂട്ട്മെന്റ് ആവശ്യമില്ല. അവരെ ബോധവൽക്കരിച്ചാൽ മതി. നോളജ് കൊടുത്താൽ മതി. അവർക്ക് സൂം മീറ്റിംഗ് കൊടുത്താൽ മതി. അവരൊരു സ്ഥലത്ത് വിളിച്ചു ചേർത്തിട്ട് ഇതിന്റെ ഗുണഗണങ്ങളെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മതി. കിട്ടും. സ്വാഭാവികമായിട്ടും ഇല്ലേ, അവരിലൂടെ അതൊരു 1000 പേരാകാൻ അധിക സമയം എടുക്കില്ല. അതാണ് പവർ എന്ന് പറയുന്നത്, ഡയറക്ട് സെല്ലിങ്ങിന്റെ പവർ എന്ന് പറയുന്നത്. ഞാനിവിടെ തുടങ്ങിയ സമയത്ത് ഞങ്ങൾ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്നപ്പോൾ ആളുകളെല്ലാം കളിയാക്കിയപ്പോ വേറെ പണിയൊന്നും ഇല്ല മനോജ് എന്നാ പറഞ്ഞ എൻ്റെ അടുത്ത്. ഇതൊന്നും നടക്കാൻ വേണ്ടി പോകുന്ന കാര്യം. അന്ന് ഞാൻ ആവേശത്തോടെ നടന്നു. പല സുഹൃത്തുക്കൾ ഇന്നത്തേക്ക് വന്നില്ല. ഐഡിയ അടിച്ചവരുണ്ട്, പ്രൊഡക്റ്റ് വാങ്ങിച്ചവരുണ്ട്, പ്രൊമോട്ട് ചെയ്യാൻ വന്നില്ല. ആര് പോയാലും അല്ലേ, അതിനുശേഷവും ജൂൺ 5-ാം തീയതി നടന്ന കാര്യം നിങ്ങൾക്കറിയാം. ആര് പോയാലും നമുക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യസ്ഥാനത്തിലേക്ക് നമ്മളെ ഈ ദൈവം എത്തിക്കും, തമ്പുരാൻ എത്തിക്കുന്ന ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ്. മനസ്സിലായ? ഇതൊക്കെ പോവും. മരത്തിന്റെ ഇലകൾ ഇങ്ങനെ പൊഴിഞ്ഞു വീഴാറുണ്ടല്ലേ. ചിലപ്പോ കാറ്റടിക്കുമ്പോ ഒരു കൊമ്പ്, ഒരു ശീലം തന്നെ അല്ലേ അടർന്ന് വീഴാറുണ്ട്. ടഖം എന്ന് പറഞ്ഞിട്ട് വലിയ പ്രകമ്പനം ഉണ്ടായിക്കൊണ്ട് അങ്ങോട്ട് വീഴാറുണ്ട് അല്ലേ. എന്നാൽ ആ മരം ഒന്നും ഉണങ്ങിപ്പോയില്ല സുഹൃത്തുക്കളെ. ആ മരം വീണ്ടും എന്തെന്നറിയോ, തളർത്ത് പൂത്ത് വീണ്ടും ബലമുണ്ടാകണം. ഒരു മരത്തിന്റെ അല്ലെ ശക്തി എന്ന് പറയുന്നത് പൂത്ത് നിൽക്കുന്ന കായ്കളിലോ പുഷ്പിച്ചു നിൽക്കുന്ന പൂക്കളിലോ അതിന്റെ ഇലകളിലോ അല്ല. അതിന്റെ ശക്തി എന്ന് പറയുന്നത് ആ ചെളികളിലേക്ക് കാണ്ടിറങ്ങിക്കിടക്കുന്നതിന്റെ വേരുകളിലാണ് അല്ലെ. ആ വേരുകളാണ് അതിനവിടെ പിടിച്ചു നിർത്തുന്നത്. അതുകൊണ്ട് എവിടെ എന്ത് കാറ്റടിച്ചാലും എന്ത് പ്രയാസങ്ങൾ ഉണ്ടായാലും സ്ട്രോങ് ആയിട്ടുള്ള ഒരു വേരുകളുടെ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ബയോട്ടോറിയത്തിൽ നെഞ്ചിലേറ്റണം. ബയോട്ടോറിയത്തിൽ വിജയിക്കണമെങ്കിൽ 10 മുതൽ 5 മണി വരെയുള്ള ഒരു സിസ്റ്റം കൊണ്ട് ബയോട്ടോറിയത്തിൽ വിജയിക്കാൻ വേണ്ടി സാധിക്കും. ജീവിതത്തിൽ സക്സസ് ആയവരെല്ലാം തന്നെ 10 to 5 എന്ന് പറയുന്ന ആ പ്രവർത്തന മേഖലയിലേക്ക് പോയവരാരും ജീവിതത്തിൽ സക്സസ് ആയിട്ടില്ല. അവർക്കെല്ലാം കുറച്ച് വരുമാനം ഉണ്ടായിട്ടുണ്ടാവും. ലൈഫിൽ സക്സസ് ആവണമെങ്കിൽ, അറിയപ്പെടണമെങ്കിൽ ഇല്ലേ, നമ്മുടെ
യൂസഫ് സലി സാറെ പോലെയോ അല്ലെങ്കിൽ നമ്മുടെ കല്യാൺ സിൽസിന്റെ ഉടമയെ പോലെയോ അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിങ്ങിലുള്ള നിരവധി ലീഡേഴ്സിനെ പോലെയോ ഒക്കെ നമുക്ക് അറിയപ്പെടണമെങ്കിൽ ഈ 10 to 5 എന്നുള്ള അതങ്ങ് എടുത്തു കളഞ്ഞുകൊണ്ട് ഇത് ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റണം. അല്ലെ? നിങ്ങളെ കണ്ണിനെ, നിങ്ങളെ ചെവിയെ, നിങ്ങളെ ഓരോ അവയവങ്ങളെയും, ഹൃദയത്തെ, അല്ലെ, ബ്രെയിനിനെ, ഓരോ അവയവങ്ങളെയും നിങ്ങൾ എങ്ങനെയാണോ ഇഷ്ടപ്പെടുന്നത്, അതിനെന്തെങ്കിലും ചെറിയ ഡാമേജ് വന്നാൽ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ? ഇല്ലേ? പറ്റില്ലല്ലോ. പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെ നിങ്ങൾ ഈ ബയോട്ടോറിയത്തെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ വേണ്ടി നിങ്ങൾ ഈ ബയോട്ടോറിയത്തിൽ ആയിത്തീരണം എന്നുള്ളതാണ്. അല്ലാണ്ട് ഇത് നമ്മളിൽ നിന്ന് വ്യത്യസ്തമല്ല. നമ്മൾ ഈ ബയോട്ടോറിയമായി മാറണം. അവിടെയാണ് നമുക്ക് സക്സസിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുന്നത്. 10 to 5 എന്ന് പറയുന്ന ഒരു ടൈം ഷെഡ്യൂൾ വെച്ചുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും തന്നെ ടോപ്പ് അച്ചീവർ ആയിട്ട് ഇതിനകത്ത് മാറാൻ വേണ്ടി സാധിക്കില്ല. കുറെ വരുമാനങ്ങളൊക്കെ കിട്ടും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് ഇവിടെ ടൈം ഇല്ല നമുക്ക്. 24/7/365 ഡേയ്സ് ബയോട്ടോറിയത്തിൽ ആരൊക്കെ ആയിട്ട് മാറുന്നുണ്ടോ, ആരൊക്കെ ഇത് പാഷനായിട്ട് ഏറ്റെടുത്തിട്ടുണ്ടോ അവർക്ക് മാത്രമാണ് ഇതിനകത്ത് സക്സസ് എടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു വന്നത് റീപർച്ചേസിന് വരാൻ വേണ്ടി പോകും. ഒരു സംശയം വേണം. ആ നിരവധി പ്രൊഡക്റ്റുകൾ വരുമ്പോഴേക്കും നമുക്ക് ഇവിടെ ടീം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പൊ ചെയ്യേണ്ട കാര്യങ്ങൾ. എല്ലാവരും ചെയ്യുന്നുണ്ട്. എന്നാലും ഒന്നും കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു 100 പേരുടെ ടീമിനെ ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വരുമാനം ഞാൻ പറഞ്ഞു. അതൊരു 1000 പേരുടെ ടീം ആകുകയാണെങ്കിൽ ഒരു PVയുടെ പർച്ചേസ് അവിടെ നടന്നാൽ നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് 6,30,000 രൂപ ഒരു മാസത്തെ വരുമാനമാണ്. ഒരു മാസത്തെ വരുമാനം 1000, അല്ലേ? 1000 പേരുടെ നിങ്ങൾ ടീമിനെ ബിൽഡ് ചെയ്യൂ. 1000 ദിവസം കൊണ്ട് ബിൽഡ് ചെയ്യൂ. സിമ്പിൾ ആയിട്ട് നടക്കും. 1000 ദിവസം കൊണ്ട് ബിൽഡ് ചെയ്താവും. സിമ്പിൾ. ഏറ്റവും മടിയന്മാരുടെ കണക്കാൻ ഞാൻ ഈ പറഞ്ഞിട്ടാ. ഒരാളെ വെച്ചിട്ട് ഒരു ടീമിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 1000 പേരാവാൻ 1000 ദിവസം മതി. എന്നാൽ പോലും 6,30,000 പ്രതിമാസം നിങ്ങൾക്ക് വരുമാനം കിട്ടുന്ന ഒരു സ്റ്റേജിലേക്ക് വരും. ഇവിടെ അവര് 2 PVയുടെ പർച്ചേസാണ് നടത്തുന്നതെങ്കിൽ നിങ്ങളുടെ വരുമാനം എത്രയായിരിക്കും? 12,60,000 രൂപ ഒരു മാസത്തെ വരുമാനം. ഇൻറ്റു 12, അല്ലേ? ഏകദേശം 1.5 കോടി രൂപ വെറും റീപർച്ചേസിലൂടെ വരുമാനം നമുക്ക് ഒരു വർഷം നേടിയ. ഇത് അവിടെ തീർന്നോ? അവിടെ തുടങ്ങാൻ വേണ്ടി പോകുന്നേ. എല്ലാ മാസവും റെഗുലറായിട്ട് പിന്നെ ഈ വരുമാനം കിട്ടിക്കൊണ്ടിരിക്കും. അത് കുറയാൻ വേണ്ടി പോകുന്നില്ല. അവിടുന്ന് കൂടുതലല്ലേ വരാൻ വേണ്ടി പോകുന്നുള്ളൂ. പുതിയ ഉൽപ്പന്നങ്ങൾ ലോഞ്ച് ചെയ്യുന്നു, പുതിയ ടീമുകൾ വരും അപ്പോഴേക്കും, അല്ലേ? ആ രീതിയിലേക്ക് ഒരു വിഷൻ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കണം. ടീമിലേക്കും നിങ്ങളുടെ മനസ്സിലും ഒരു വിഷൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കണം. ഒരു ഡിസിപ്ലിൻഡ് ആക്ഷൻ ഉണ്ടാവണം വിജയിക്കണമെങ്കിൽ. ഡിസിപ്ലിൻഡ് ആക്ഷൻ ഇല്ലാത്ത ആൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടി സാധിക്കില്ല, ബയോട്ടോറിയത്തിലും വിജയിക്കാൻ വേണ്ടി സാധിക്കില്ല. കുറെ എന്തൊക്കെയോ അവിടെ ഇവിടെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും വിജയിക്കില്ല. ഡിസിപ്ലിൻഡ് ആക്ഷൻ ഓരോ ദിവസവും ചെയ്യേണ്ട കൃത്യമായ നമ്മളൊക്കെയാണ് മനസ്സിലാക്കിക്കൊണ്ട് ടീമിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവർക്ക് കോൺഫിഡൻസ് കൊടുത്തുകൊണ്ട് അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവർക്ക് ഇതിന്റെ സാധ്യത പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെങ്കിൽ 1000 പേരുടെ ടീം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ വർഷവും മിനിമം 1.5 കോടി രൂപ നേടാം. 1000 എന്നുള്ളത് 10,000 മാറിയാൽ, അല്ലേ, 63 ലക്ഷം രൂപ ഓരോ മാസവും വാങ്ങുന്ന സ്റ്റേജിലേക്ക് എത്തും. 63 ലക്ഷം രൂപ. ഇതൊക്കെ വാങ്ങുന്ന ആളുകൾ ഇന്ന് കേരളത്തിലുണ്ട് പല കമ്പനികളിലും. ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ചതൊന്നല്ല ഇത്. അതൊക്കെ അതിന്റെ പിറകിൽ അധ്വാനങ്ങളുണ്ട്, അല്ലേ? സക്സസ് ആയവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അതാണ്. സക്സസ് ആയ ആളുകളിൽ ഒരു സുപ്രഭാതത്തിൽ വന്ന് സക്സസ് ഒരു ദിവസം കൊണ്ട് ഞാൻ കോടിയടിച്ചതല്ല. അതിന്റെ പിറകിൽ എത്രയോ യാതനകളും വേദനകളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ദുഃഖങ്ങളും കണ്ണീരുകളും, അല്ലെ, ചിരികളും കളിയാക്കലുകളും കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും അവഗണനയും ഒക്കെ ഉണ്ട്. അതൊക്കെ ഇതിന്റെ ഭാഗമാണ്. അതൊക്കെ നേരിടാൻ നമ്മൾ തയ്യാറാകണം. ഒരാൾ എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ ചൂളിപ്പോയി, ഇല്ലേ, നിരാശപ്പെട്ട് കരഞ്ഞോണ്ട് പോയി വീട്ടിലിരിക്കല്ലേ, ഇനി ഞാൻ ബയോട്ടോറിയത്തിലേക്കില്ല കേട്ടാ. ഇതില്ല ചെയ്യേണ്ടത്. ആരെന്ത് പറഞ്ഞാലും, ഇല്ലേ, ആവേശത്തോടു കൂടിയിട്ട് മുന്നോട്ട് വരാൻ സാധിക്കണം. ഇങ്ങനെ പല പ്രയാസങ്ങളും ഈ ബിസിനസ്സിൽ ഉണ്ടാവും, ഇൻഡസ്ട്രിയിൽ ഉണ്ടാവും, ലൈഫിലുണ്ടാവും. അതിൽ നിന്നെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ഇല്ലേ? ഒരു കൊല്ലന്റെ പണിശാലയിൽ, ഇല്ലേ, അത് ഇരുമ്പ് ഇല്ലേ, ചൂടാക്കി എടുത്ത് അത് വെള്ളത്തിലേക്ക് വെച്ച്, ഇല്ലേ, ഒന്ന് തണുപ്പിച്ച് വീണ്ടും അടിച്ച് വീണ്ടും ഒന്ന് ചൂടാക്കി വീണ്ടും ഒന്ന് അടിച്ച്, ഇല്ലേ, വീണ്ടും വെള്ളത്തിലേക്ക് വെച്ച് ഒന്നും കൂടി ചൂടാക്കി അടിച്ച്, ഇല്ലേ, നമുക്ക് ആവശ്യമുള്ള ഉപകരണമാക്കി മാറ്റുന്നത് പോലെ തന്നെയാണ് ഒരു ഡയറക്ട് സെല്ലിംഗിൽ സക്സസ് ആകുന്നതിന് മുമ്പായിട്ട് ഒത്തിരി കഷ്ടപ്പാടുകൾ ഉണ്ടാവും, ഒത്തിരി വേദനകൾ ഉണ്ടാവും, ഒത്തിരി കളിയാക്കൽ ഉണ്ടാവും, ഒത്തിരി കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാവും, ഒത്തിരി അവഗണനകൾ ഉണ്ടാവും. അപ്പൊ അവിടെ കണ്ണീര് വരും, സന്തോഷം വരും, ദുഃഖം വരും. ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഇതൊക്കെ ബിസിനസ്സിലെ വിജയത്തിന്റെ ഭാഗമാണ്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. കഷ്ടപ്പെടാൻ തയ്യാറാണ്. ജീവിതത്തിൽ സക്സസ് ആയവരെല്ലാം തന്നെ കഷ്ടപ്പെട്ട ആളുകളാണ്. അല്ലാണ്ട് വെള്ളിക്കരണ്ടിയിൽ ജനിച്ചു വന്നവരാരുമില്ല. സ്വർണ്ണക്കരണ്ടിയാ, എന്താ പറയാ,
അതുകൊണ്ട് വായിൽ വെച്ചവരൊന്നും അല്ല വിജയിച്ച ആളുകൾ, കഷ്ടപ്പെട്ട് നേടിയവർ തന്നെയാണ് സുഹൃത്തുക്കളെ ജീവിത വിജയം നേടിയ ആളുകൾ. ഡയറക്ട് സെല്ലിങ്ങിലല്ല, നിങ്ങൾ ലൈഫിൽ ജീവിതം എടുത്ത് പരിശോധിച്ച് നോക്കിക്കോളൂ, അവിടെയൊക്കെ നേടിയത് അങ്ങനെ തന്നെയാണ്. ആ ഒരു മനോഭാവം ഉണ്ടാകും. ഇനി നമുക്കറിയാം, ഇപ്പൊ നമ്മൾ സ്ക്രീൻഷോട്ട് ഇടാറുണ്ട് അല്ലെ, മൈ ടുഡേയ്സ് ഇൻകം ഇത്രയുണ്ട് അല്ലെ, ഇന്ന് എന്റെ വരുമാനം, ഒരു ദിവസത്തെ വരുമാനം. അതിൽ എത്ര ഇടാൻ പറ്റുള്ളൂ നമുക്ക്? മാക്സിമം പോയാൽ ഒരു ഫാമിലി ബോണസ് അല്ലെ 6820 രൂപ, അല്ലെങ്കിൽ 5940 രൂപ, അവയർനെസ് ഉൾപ്പെടെ. അവയർനെസ് എത്ര ഇടാൻ പറ്റും? 8800 രൂപ ഇടാം അല്ലെ. 2 കട്ട് ഓഫും കൂടി ചേർത്ത് 24 അവേഴ്സിന്റെ ഇൻകം ആണെങ്കിൽ എത്ര ഇടാൻ പറ്റും? 17,600 രൂപ നമുക്ക് സ്ക്രീൻഷോട്ട് ഇടാൻ പറ്റും അല്ലെ. ഫാമിലി ബോണസ് എത്ര സ്ക്രീൻഷോട്ട് ഇടാൻ പറ്റും? 5940 × 2 അല്ലെ, അത് ഇടാൻ പറ്റും. 11,000 സംതിങ് ഇടാൻ പറ്റും നമുക്ക്. പക്ഷേ ഈ വരുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിൽ നമ്മൾക്ക് സ്ക്രീൻഷോട്ട് ഇടുമ്പോ അവിടെ ഒരു ഇൻകം കൂടി ഉണ്ട്, അവയർനെസ് ബോണസ്, ഫാമിലി ബോണസ്. അടുത്ത ഇൻകമാണ് റീപർച്ചേസ് ഇൻകം എന്ന് പറയും. ആ റീപർച്ചേസ് ഇൻകം ഒരു ദിവസത്തെ വരുമാനം എത്ര ഇടാൻ പറ്റും നമുക്ക്? ആർക്കും അറിയോ? ഇത് ഇത്ര ഇടാൻ പറ്റുള്ളൂ. ഒരു ഐഡിയയിൽ 8,800 കൂടുതൽ നമ്മുടെ അവയർനെസ് ബോണസ് ഉണ്ടാവില്ല. നിങ്ങൾ എത്ര കൊലക്കൊമ്പൻ ലീഡർ ആയാലും ഉണ്ടാവില്ല അല്ലെ. ഫാമിലി ബോണസ് എത്രയാണ്? 44,10,000 രൂപയാണ് സുഹൃത്തുക്കളെ 24 അവേഴ്സ് ഇൻകം റീപർച്ചേസിൽ. ആലോചിച്ച് നോക്കണം. 44,10,000 രൂപ ഒരു ദിവസം ഇൻകം കൊടുക്കുന്ന കമ്പനിയാണ് ഈ ബയോട്ടോറിയം. ഒരു സംശയവും വേണ്ട, എന്റെ ലക്ഷ്യവും അത് തന്നെയാണ്. 44,10,000 രൂപ റീപർച്ചേസിംഗ് 24 അവേഴ്സിനുള്ളിൽ നമുക്കത് വാങ്ങാന്നുള്ളൊരു വാശിയാണ് ഇപ്പൊ. മനസ്സിലായ? നേടിയെടുക്കാൻ പറ്റും. ആ ഒരു സ്ക്രീൻഷോട്ടാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഓരോ ദിവസവും 44,10,000 രൂപയുടെ സ്ക്രീൻഷോട്ട് വരുമ്പോ ഇൻറ്റു 365 ഡേയ്സ് 365 കൊണ്ട് അതിനെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഇല്ലേ, 161 കോടി രൂപയോളം നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. അതാണ് റീപർച്ചേസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പൊ റീപർച്ചേസ് ഇൻകത്തിന്റെ വ്യത്യാസം മനസ്സിലായോ എല്ലാവർക്കും? റീപർച്ചേസിന്റെ വ്യത്യാസം മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ഫാമിലി ബോണസ് ഉണ്ട്, അവയർനെസ് ബോണസ് ഉണ്ട്, റീപർച്ചേസ് ബോണസ് ഉണ്ട്. നമ്മളെല്ലാവരും ഫോക്കസ് ചെയ്യേണ്ടത് റീപർച്ചേസിലേക്കായിരിക്കണം. ഇപ്പോഴും ആളുകള് ഫാമിലി ബോണസിൽ ഫോക്കസ് ചെയ്ത് അതിന് കൂച്ചുവില ചങ്ങലക്കിട്ട് അവിടെ കെട്ടിയിട്ടിരിക്കുകയാണ്. പല വെക്കല്ലേ എന്ന് പറയണം. എനിക്കൊന്ന് വരാനുണ്ട് സാറേ, ഇന്ന് വെക്കല്ലേ. കാരണം ഫാമിലി ബോണസ് വാങ്ങാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഫാമിലി ബോണസ് എന്ന് പറയുന്നത് നമ്മുടെ വാഹനം ഹൈ സ്പീഡിൽ നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്ക് ഓടിച്ചു പോകുമ്പോ ഇല്ലേ, റോഡിൽ വലിയ ഹമ്പ് കാണാറുണ്ട് ഇല്ലേ. അപ്പൊ അവിടെ എത്തുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് വാഹനത്തിന്റെ സ്പീഡ് എന്താവും? കുറയും. കുറച്ചേ പറ്റുള്ളൂ, അല്ലെങ്കിൽ മറിഞ്ഞു പോകാൻ വേണ്ടി ഇല്ലേ. കുറയും. അതാണ് നമ്മുടെ ഫാമിലി ബോണസ് എന്ന് പറയുന്ന ഹമ്പാണ് നമ്മുടെ ഫാമിലി ബോണസ് എന്ന് പറയുന്നത്. നിങ്ങൾ അതിൽ കുടുങ്ങി കിടക്കരുത് കേട്ടാ. ഹമ്പിൽ കുടുങ്ങി കിടക്കുകയാണ് പലരും. വെക്കല്ലേ, ആഴ്ചയിൽ 2 ദിവസം വെച്ചാൽ മതി. തിങ്കളാഴ്ച വെച്ചാൽ മതി, ചൊവ്വാഴ്ച വെച്ചാൽ മതി, വേറെ ദിവസം വെക്കല്ലേ കേട്ടാ. ഇതല്ല ചെയ്യേണ്ടത് സുഹൃത്തുക്കളെ. ഞാനൊക്കെ വിജയിച്ച വഴികളാണ് പറയുന്നത്. ഡെയിലി ബിസിനസ്, ഡെയിലി ഇൻകം. ഫാമിലി ബോണസിന് വേണ്ടി ആരൊക്കെ ഇവിടെ പിടിച്ചു വെച്ച് നിൽക്കുന്നുണ്ടോ അവർക്കൊന്നും നല്ല ടീമിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. നല്ല ടീമിനെ ബിൽഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? റീപർച്ചേസ് ഇൻകം ഹ്യൂജ് ആയിട്ടുള്ള എമൗണ്ടിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുള്ളൂ. അതുകൊണ്ട് 44,10,000 രൂപ ഒരു ദിവസം വരുമാനം കിട്ടപ്പോ വേണ്ടെന്ന് 1 ലക്ഷം കിട്ടിയ എന്താ കുഴപ്പം ഇല്ലേ? അതിന് 10% കിട്ടിയ 44,000 രൂപ കിട്ടത്തില്ലേ ഇല്ലേ? അപ്പൊ ആ രീതിയിലേക്ക് നമുക്ക് ഒന്ന് വളരാൻ വേണ്ടിയിട്ട്, ഉണരാൻ വേണ്ടിയിട്ട് സാധിക്കണം. അതുകൊണ്ടാണ് നമ്മൾ വൈ ഈ ബയോട്ടോറിയം ഇല്ലേ. ഉത്തരം മനസ്സിലായല്ലോ അല്ലെ? വൈ ഈ ബയോട്ടോറിയം എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ സ്ക്രീൻഷോട്ട് പോലും നമുക്ക് ഹ്യൂജ് എമൗണ്ട് ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഇൻകം സ്ട്രക്ചറാണ് നമ്മുടെ ബയോട്ടോറിയം. വേറെ ഒരു കമ്പനിക്ക് ഇത് അവകാശപ്പെടാനില്ല എന്നുള്ളത്, ഒരു കമ്പനിക്കും ഇത് അവകാശപ്പെടാനില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും ടീമിലേക്ക് ഫോക്കസ് ചെയ്യുക, നല്ല ടീമിനെ ബിൽഡ് ചെയ്തെടുക്കുക, അവരുടെ കൂടെ നിൽക്കുക, അവർക്ക് വേണ്ടുന്ന അറിവുകൾ കൊടുക്കുക, നോളജ് കൊടുക്കുക. പുതുതായിട്ട് വന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് അവർക്ക് ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഒരു പുതിയ കസ്റ്റമർ വന്നാൽ നിങ്ങൾ അവരുടെ വിശ്വാസത്തിലെടുത്തുകൊണ്ട്, അവിടെ ഹോം മീറ്റിംഗ് സംഘടിപ്പിച്ചുകൊണ്ട്, കിറ്റ് ഓപ്പണിംഗ് സെറിമണി നടത്തിക്കൊണ്ട്, അവരുടെ ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ട്, അവരെയും കൊണ്ട് ഫീൽഡിൽ ഇറങ്ങിക്കൊണ്ട് അവർക്ക് ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇപ്പോൾ 6,500 രൂപയാണ് ആ കസ്റ്റമറുടെ അക്കൗണ്ടിലേക്ക് വരുന്നത്. അവിടെ നിന്ന് അവർക്ക് വലിയ പ്രതീക്ഷയുണ്ടാവും. ഒരു സംശയവും വേണ്ട. അത് നിങ്ങൾ എത്ര ഫാസ്റ്റ് ആയിട്ടാണോ ആ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നത്, അവിടെയാണ് നിങ്ങളുടെ ടീമിന്റെ എനർജി പമ്പ് ചെയ്യുക എന്നുള്ളതാണ്. അത് നിങ്ങൾ ലേറ്റ് ആക്കിയാൽ വീണ്ടും ലാഗ് ചെയ്ത് എനിക്ക് ഇന്ന് വരാൻ പറ്റില്ല, ഇന്ന് എനിക്ക് അവിടെ പോകണം, നാളെ എനിക്ക് മറ്റെടുത്ത് പോകണം, മറ്റന്നാൾ എനിക്കൊരു കല്യാണം ഉണ്ട്,
അമ്പലത്തിൽ ഉത്സവമുണ്ട്, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത ആഴ്ച വരാം ഒരു ദിവസം എന്ന് പറയാതെ ഒരു കസ്റ്റമർ വന്നാൽ ചൂടോട് കൂടിയിട്ട് ഇല്ലേ നെക്സ്റ്റ് ഡേ തന്നെ അദ്ദേഹത്തിന്റെ ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ട് അവരെ ബിസിനസ്സിലേക്ക് ഇറക്കാൻ വേണ്ടി സാധിക്കണം. കഴിയുന്നത്രയും അടുത്ത പേ ഔട്ടിൽ നെക്സ്റ്റ് പേ ഔട്ട് അറിയാം, നമുക്ക് 3 കഴിഞ്ഞ് 4-ാമത്തെ ദിവസം പേ ഔട്ടാണ്. അപ്പം ആ 4 ദിവസത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തിന്റെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഒരു 6500 രൂപ വാങ്ങിച്ചു കൊടുക്കാൻ നിങ്ങൾ അതിനു വേണ്ടി തയ്യാറുണ്ടെങ്കിൽ ആ ടീം നിങ്ങൾ ഒരിക്കലും മറക്കില്ല, ഒരിക്കലും നിങ്ങളുടെ കൂട്ടത്തിന് അവർ വിട്ടുപോകില്ല. പക്ഷെ ലാങ് ചെയ്ത് 1 മാസം 2 മാസമൊക്കെ കഴിഞ്ഞിട്ട് ഒരു 50 ബിയുടെ കച്ചവടം നടത്തി 2020 വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരുടെ ആ ഒരു എന്താ പറയുക ആ എനർജി ലെവൽ കുറഞ്ഞു വരും. അപ്പൊ എനർജി ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ട് പുതുതായിട്ട് വന്ന കസ്റ്റമർ എപ്പോഴും ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണമെന്നതിലാണ് ഓരോ ലീഡേഴ്സും ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ പുതിയ എൻട്രി വരുമ്പോൾ അവരെ ഫോക്കസ് ചെയ്തിട്ട് ഈ രീതിയിലുള്ള സിസ്റ്റത്തിലേക്ക് അവരെ കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചാൽ മതി. നിങ്ങൾക്ക് പ്രോഗ്രാമിലേക്ക് എത്തിക്കുക, BOP-ലേക്ക് എത്തിക്കുക, സൂം മീറ്റിംഗിൽ എത്തിക്കുക, എല്ലാ പ്രോഗ്രാം സെന്ററിലേക്കും അവരെ സജീവമാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ നമ്മളെക്കാൾ നല്ലൊരു ലീഡറായിട്ട് മാറും. ഇതിനകത്ത് വിജയിക്കാൻ വേണ്ടത് ലീഡേഴ്സ് ക്രിയേഷൻ ആണ്. ഇത് ഒറ്റക്കാർക്കും വിജയിക്കാൻ പറ്റുന്ന ഇൻഡസ്ട്രി അല്ല ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾ വിജയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ നല്ല ടീം ഉണ്ടെന്നാണ് അതിനർത്ഥം. നിങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മാത്രം കുറ്റമല്ല, നിങ്ങളുടെ ടീം നല്ലതല്ല അല്ലെ എന്ന് പറഞ്ഞാൽ ടീമിനെ കുറ്റപ്പെടുത്താനല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് നല്ലൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിച്ചില്ല എന്നുള്ളതാണ് നിങ്ങളുടെ പരാജയം. അപ്പൊ നല്ലൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ടീം എന്ന് പറഞ്ഞാൽ വന്ന ടീമിന് വേണ്ടുന്ന എഡ്യൂക്കേഷൻ കൊടുത്ത് അവരെ പഠിപ്പിച്ച് അവിടെ ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അവിടെയാണ് നമുക്ക് വിജയിക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പൊ ആ രീതിയിലേക്ക് നമുക്ക് അവർക്ക് ആവേശം കൊടുക്കാൻ വേണ്ടി സാധിക്കണം. ഇപ്പൊ ബയോടോറിയത്തിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം ഇതിന്റെ റീപർച്ചേസ് ഇൻകം സൂപ്പറാണ്, ഫാമിലി ഇൻകം സൂപ്പറാണ്, പ്രൊഡക്റ്റ് സൂപ്പറാണ്, എല്ലാം സൂപ്പറാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ബയോടോറിയം. അങ്ങനെ ബയോടോറിയത്തിന്റെ ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ ഈ 5 വർഷം കൊണ്ട് മുന്നോട്ട് പോയപ്പോൾ നിരവധി അവാർഡുകൾ വാങ്ങിക്കൂട്ടാൻ ബയോടോറിയത്തിന് അതുകൊണ്ട് തന്നെയാണ് സാധിച്ചത്. കന്യാകുമാരി മുതൽ കാശ്മീർ വരെ എല്ലാ പ്രദേശങ്ങളിലും അതിശക്തമായിട്ട് ബിസിനസ് നടക്കുന്ന ഒരേ ഒരു കമ്പനിയാണ് നീ ബയോടോറിയം. കേവലം 5 വർഷം കൊണ്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ബയോടോറിയത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പ്രൊഡക്റ്റിന്റെ ഗുണവും ഈ ഇൻകത്തിന്റെ ഗുണവും തന്നെയാണ്, ഒരു സംശയവും വേണ്ട. അതേപോലെ തന്നെ അവാർഡുകളെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം നിരവധി അവാർഡുകളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എന്നാൽ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിക്കും അവകാശപ്പെടാൻ പറ്റാത്ത രീതിയിൽ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ തങ്കലിപികളാൽ പേര് ചേർക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു കമ്പനിയുടെ പേരാണ് ഇല്ലേ നമ്മുടെ സാഗർ ജോഷി സാർ നയിക്കുന്ന ഈ ബയോടോറിയം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ബയോടോറിയത്തിൽ ഉറച്ചു നിൽക്കുന്നത്. നിങ്ങൾക്ക് തന്റെ ഇടത്തോടെ നെഞ്ചി വിരിച്ച് പറയാൻ വേണ്ടി സാധിക്കണം ഇല്ലേ. ഇന്ന് ഇന്ത്യയിൽ എത്രയോ വർഷം പാരമ്പര്യമുള്ള ഡയറക്ട് സെല്ലിംഗ് കമ്പനികളുണ്ട്. ആ കമ്പനികൾക്കൊന്നും അവകാശപ്പെടാൻ പറ്റാത്ത രീതിയിൽ ഇല്ലേ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ പേര് ചേർക്കപ്പെട്ട ഒരേ ഒരു കമ്പനി ഇന്ന് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ബയോടോറിയം തിരഞ്ഞെടുക്കുക. വൈ ഈ ബയോടോറിയം എന്ന് നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി സാധിക്കണം അല്ലെ. ഇൻകം പ്ലാനിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി സാധിക്കണം, റീപർച്ചേസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി സാധിക്കണം. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പറഞ്ഞു കൊടുക്കാൻ വേണ്ടി സാധിക്കുമെങ്കിൽ അവരെല്ലാം തന്നെ ബയോടോറിയത്തിലേക്ക് സൈനപ്പ് ചെയ്യാൻ വരുന്ന സമയം അതിവിദൂരമല്ല എന്റെ പൊന്നു സുഹൃത്തുക്കളെ. കാരണം ഇന്നിപ്പോ നമ്മുടെ മാർക്കറ്റിൽ ഇത്രയും ട്രെൻഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു കമ്പനി ഇന്ന് നിലവിലില്ല എന്നുള്ളതാണ്. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. പല ലീഡേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുന്നതാണെന്നില്ലേ, എവിടെ പോയാലും രക്ഷയില്ല ഇല്ലേ. അവസാനം വീണ്ടും ബയോടോറിയത്തിലേക്ക് തന്നെ ഇല്ലേ വന്നാലോ എന്ന് ആലോചിക്കുന്ന ആളുകളുണ്ട്. ഈഗോ കൊണ്ട് തിരിച്ചു വരാത്ത ആളുകളുണ്ട്. പക്ഷെ സത്യസന്ധമായി ചിന്തിക്കുന്ന ആളുകൾ ഇല്ലേ, തെറ്റ് തിരുത്താൻ വേണ്ടി തയ്യാറായ ആളുകൾ വീണ്ടും ബയോടോറിയത്തിലേക്ക് കടന്നു വരികയാണ്. അവരെല്ലാം നമ്മൾ സഹർഷം സ്വാഗതം ചെയ്യുന്നു. അവർക്ക് എല്ലാവിധ പിന്തുണയും സപ്പോർട്ടും വിജയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുക്കി കൊടുക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇപ്പൊ മാർക്കറ്റിൽ ഇന്ന് ഇത്രയും നല്ലൊരു പ്ലാൻ വേറെ ഇല്ല. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് വരും കാലങ്ങളിൽ നമ്മുടെ റീപർച്ചേസും കൂടി പൂർണ്ണ തോതിലേക്ക് വന്നു കഴിയുമ്പോൾ നല്ലൊരു കുത്തൊഴുക്ക് ബയോടോറിയത്തിലേക്ക് ഉണ്ടാകും. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ നല്ല നല്ല ലീഡേഴ്സിനെയും നല്ല നല്ല ആക്റ്റീവ് ആയിട്ടുള്ള വർക്കേഴ്സ് ബിസിനസ് ചെയ്യുന്ന ആളുകളെയൊക്കെ കണ്ടുപിടിച്ചുകൊണ്ട് അവരിലേക്ക് നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റ് കൊടുക്കാൻ വേണ്ടി സാധിക്കും. കാരണം ഇന്നല്ലെങ്കിൽ നാളെ നല്ലൊരു ഒഴുക്ക് ബയോടോറിയത്തിലേക്ക് ഉണ്ടാവും, ഒരു സംശയമില്ല കാര്യത്തിൽ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്. ബയോടോറിയത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ റീപർച്ചേസിലേക്ക് ഫോക്കസ് ചെയ്യുക, ഫാമിലി ബോണസ് നമ്മൾ ഫോക്കസ് ചെയ്യാതെ നമ്മൾ ടീമിനെ ബിൽഡ് ചെയ്തുകൊണ്ട് പോവുക, ടീമിന്റെ എണ്ണം കൂട്ടുക. ടീമിന്റെ എണ്ണം നമുക്ക് ലെഫ്റ്റിലും റൈറ്റിലും ടീം ജീനിയസ് വിന്നേഴ്സിലും നല്ല ടീം വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ അറിയാതെ നമുക്ക് ഫാമിലി ബോണസ് വരും.
അങ്ങനെയാണ് ഫാമിലി ബോണസ് വരേണ്ടത്. അല്ലാണ്ട് വക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഒപ്പിച്ചിട്ടല്ല ഫാമിലി ബോണസ് വരേണ്ടത്. ജീനിയസിലും ബിന്നറിലും 100 പേരുണ്ടെങ്കിൽ അവരറിയാതെ ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഫാമിലി ബോണസ് കടന്നു വരും. അതുകൊണ്ട് ആ രീതിയിൽ നല്ല ടീമിനെ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്ന് മാത്രമാണ് ഈ സുപ്രഭാതത്തിലേക്ക് പറയാനുള്ളത്. അതുകൊണ്ട് സക്സസ് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? നിങ്ങളുടെ ടൈം ടേബിൾ ഒന്ന് പൊളിച്ചെഴുതണം. 10 to 5 എന്നുള്ള ടൈം ടേബിൾ പൊളിച്ചെഴുതണം. 24 മണിക്കൂർ 24 into 7 into 365 ഡേയ്സ് നിങ്ങൾക്ക് ഇതിനകത്ത് ബയോട്ടോറിയത്തിലായി മാറാൻ വേണ്ടി സാധിക്കണം. അല്ലേ? സക്സസ് ലവ് സ്പീഡ്. സക്സസ് ലവ് സ്പീഡ്. സ്പീഡിനെയാണ് സക്സസ് ഇഷ്ടപ്പെടുന്നത്. സ്പീഡ് ഇല്ലാത്ത ഒരാളുടെ കൂടി സക്സസ് വരില്ല കേട്ടോ. നിങ്ങൾ ഇത് ഇഷ്ടപ്പെട്ടിട്ട് ഇന്ന് ലവ് ചെയ്താൽ ഒരു കാര്യമില്ല. സ്പീഡിൽ നടക്കണം കാര്യങ്ങൾ. ഇന്ന് കാണേണ്ട ആളെ ഇപ്പൊ പോയി കാണണം, ഇന്ന് കാണേണ്ട ആളെ വിളിച്ചിട്ട് പറയണം, ഇന്ന് നാളെ ആക്കാം കേട്ടോ. ഇല്ലേ? ഇതെല്ലാം മീറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് അവസാനം അത് ഇന്ന് എനിക്ക് ചെറിയ അസൗകര്യം ഉണ്ട്. ഒരസൗകര്യം ഉണ്ടാവില്ല. ഈ മടി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് മനുഷ്യന്. ഇല്ലേ? ആ മടി നമ്മളെ നശിപ്പിച്ച് കളയും. ഇപ്പൊ സ്പീഡാണ്. ഇപ്പൊ കാണേണ്ട ആൾ, ഇന്ന് കാണേണ്ട ആൾ ഇപ്പൊ രാവിലെ തന്നെ, വൈകുന്നേരത്തേക്ക് മാറ്റി വെക്കരുത്. വൈകുന്നേരം ആകുമ്പോൾ ചിലപ്പോൾ പലതും സംഭവിക്കാം. അതുകൊണ്ട് സ്പീഡാണ് ഈ വർക്കിൽ നിങ്ങളെ സക്സസിലേക്ക് എത്തിക്കുന്നത്. ആരൊക്കെ സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അവർക്ക് ഇതിനകത്ത് ടോപ്പ് അച്ചീവറായി മാറാൻ വേണ്ടി സാധിക്കും. സ്പീഡാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് 365 ദിവസം നമ്മൾ ബയോട്ടോറിയത്തിലായി മാറുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ ഞാൻ പറഞ്ഞു, ഇവിടെ വിജയിക്കണമെങ്കിൽ നല്ലൊരു വിഷൻ ഉണ്ടാകണം, നല്ലൊരു മനോഭാവം ഉണ്ടാകണം. വേറെ ഒന്നും ആവശ്യമില്ല. ഇവിടെ നോളജ് ഒക്കെ ഇവിടുന്ന് കിട്ടും. ഇവിടെ ടീമാണ് നമ്മളെ വിജയിപ്പിക്കുന്നത്. ഞാൻ വിജയിച്ചത് എന്റെ കഴിവ് കൊണ്ടാണ്. എന്റെ ടീമിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് എനിക്ക് വിജയിക്കാൻ വേണ്ടി സാധിച്ചല്ലേ. അതുകൊണ്ട് എല്ലാവർക്കും കൺഗ്രാജുലേഷൻ. ഞാൻ പറഞ്ഞ നമുക്കൊരു നല്ല വിഷനും ഒരു മനോഭാവം ഉണ്ടായാൽ മതി. അത് നേടിയെടുക്കുന്നത് ഒരു മനോഭാവം മാത്രം ഉണ്ടായാൽ മതി. അതിൽ നിന്ന് നമ്മൾ വെള്ളം ചേർക്കാതെ പിറകോട്ട് പോകാതിരുന്നാൽ മാത്രം മതി. നമുക്ക് സിമ്പിൾ ആയിട്ട് വിജയിക്കാൻ വേണ്ടി സാധിക്കും. ഒരു ഡിസിപ്ലിനറി ആക്ഷൻ ഉണ്ടാകണം. കൃത്യമായിട്ട് ഓരോ ദിവസവും നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടീസ് ഉണ്ട്. ഞാൻ പറയാം, 5 പേരെ കാണാതെ നിങ്ങൾ കിടന്നുറങ്ങരുത്. ഒരു ദിവസം 5 പേരെങ്കിലും നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കണം. 5 പേരെ കണ്ടാലേ ഉറങ്ങുള്ളൂ എന്നുള്ളൊരു വാശി നിങ്ങൾക്ക് ഉണ്ടാവണം. 5 പേർക്കെങ്കിലും കോൺസെപ്റ്റ് കൊടുക്കണം. അപ്പൊ അതെല്ലാം ഒരു ഡിസിപ്ലിനറി ആക്ഷന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. സക്സസ് ഒരു ദിവസം കൊണ്ടല്ല, അത് ഡെയിലി ഹാബിറ്റ്സിന്റെ ഭാഗമാണ് സക്സസ്. സക്സസ് നേടിയ ആളുകളെല്ലാം നിങ്ങൾ എടുത്തു നോക്കി, അവരെല്ലാം രാവിലെ ഉറങ്ങി എഴുന്നേക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം 6 മണിക്ക് വെച്ചത്. 5 മണിക്ക് ആക്കണം പലരും ഇപ്പൊ പറയുന്നുണ്ട്. 5 മണി മുതൽ 6 മണി വരെ അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അപ്പൊ കുറേയും കൂടെ നേരത്തെ നമ്മൾ എഴുന്നേക്കുക എന്നുള്ളതാണ്. അല്ലെ? സക്സസ് ആയവരുടെ ചരിത്രം പരിശോധിച്ചാൽ 12 മണി വരെ കിടന്നുറങ്ങുന്ന ആരും സക്സസ് ആയിട്ടില്ല ജീവിതത്തിൽ. നേരം വെളുക്കുമ്പോൾ ആ സുപ്രഭാതത്തിൽ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ഈ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഒരു എനർജി ഉണ്ട്. അതും കൂടി നമ്മുടെ ആ ശരീരത്തിലേക്ക് വരുമ്പോഴും മനസ്സിലേക്ക് വരുമ്പോഴാണ് നമ്മൾ സക്സസിലേക്ക് എത്തുള്ളൂ. ഒരു സംശയം വേണ്ട. അതുകൊണ്ട് രാവിലെ തന്നെ നമ്മൾ ഫീൽഡിൽ ഇറങ്ങണം. ഉച്ചയ്ക്ക് ശേഷമല്ല ഇറങ്ങേണ്ടത്. രാവിലെ ഈ പ്രോഗ്രാം കഴിഞ്ഞുകൊണ്ട് നമുക്ക് ഫീൽഡിലേക്ക് ഇറങ്ങാൻ വേണ്ടി സാധിക്കണം എന്നുള്ളതാണ്. അതുപോലെ അതിന് ഒരു സ്ഥിരത ഉണ്ടാവണം, കോൺസിസ്റ്റൻസി ഉണ്ടാവണം. നമ്മൾ സ്ഥിരമായിട്ട് അല്ലെ ഉറച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കണം. ചെയ്ത പ്രവൃത്തി ആവർത്തിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കണം. അപ്പൊ നിങ്ങൾക്ക് വലിയ വിജയത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. ഒരു സംശയവും വേണ്ട. ഇതിനെ ഒരു ലഹരിയോടുകൂടി നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ വേണ്ടി സാധിക്കണം. അല്ലെ? ഒരു ലഹരി, ഇപ്പൊ ലഹരിയുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലെ? ആ ലഹരിയിലേക്ക് പോകാനല്ല ഞാൻ പറഞ്ഞത്. ഇവിടെ ഒരു വിജയലഹരി നിങ്ങളുടെ ഉള്ളിലേക്ക് ആളിപ്പടരണം എന്റെ പൊന്നു സുഹൃത്തുക്കളെ. ഒരു വിജയലഹരി നിങ്ങളുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ആളിപ്പടർന്നുകൊണ്ടിരിക്കണം. ആ വിജയിക്കുന്ന ഒരു ദിവസം ഉണ്ടല്ലോ, ഒരു 1 CR അച്ചീവറായി മാറുന്ന ദിവസം നിങ്ങൾ സ്വപ്നം കാണണം. നിങ്ങൾക്ക് അതൊരു ഡയറിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഭിത്തിയിൽ രേഖപ്പെടുത്താൻ വേണ്ടി സാധിക്കണം. 2027 ജനുവരി 5-ാം തീയതി ഞാൻ 1 CR ബയോട്ടോറിയത്തിലൂടെ അച്ചീവ് ചെയ്യുന്നൊരു അല്ലെ ഉറച്ച തീരുമാനം നിങ്ങളെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുത്തുകൊണ്ട് അതൊരു ബോർഡിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് എഴുതി വെച്ചുകൊണ്ട് അതിനുവേണ്ടി നിങ്ങളുടെ മനസ്സിനെ സബ് കോൺഷ്യസ് മൈൻഡിനെ നിങ്ങൾക്ക് ബലപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ ആ ദിവസമാകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് 1 CR അച്ചീവറായിട്ട് മാറാൻ സാധിക്കും. ഒരു സംശയം വേണ്ട. ആ രീതിയിൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വിജയലഹരി, ലോകത്തിലെ ഏറ്റവും വലിയ ലഹരി വിജയലഹരിയാണ്. ആ ലഹരിയെ തോൽപ്പിക്കാൻ ഒരു MDMAക്കും സാധിക്കില്ല. മനസ്സിലായ? ഒരു വിജയലഹരിയിൽ ആവേശഭരിതരാകാൻ വേണ്ടി സാധിക്കണം. ആ വിജയലഹരി നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ ഡെയിലി നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കണം. അതിങ്ങനെ ഉള്ളിൽ നിന്ന് ഉരഞ്ഞ് പതഞ്ഞ് പൊങ്ങി വരുമ്പോ ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ അച്ചീവറായിട്ട് മാറും. ലോകത്ത് അച്ചീവറായിട്ട് മാറിയവരൊക്കെ തന്നെ എങ്ങനെയാണ് അച്ചീവറായിട്ട് മാറിയിട്ടുള്ളത്? ഒരാളുടെ ചരിത്രം പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. വിജയിച്ച ആളുകളുടെ ചരിത്രമൊക്കെ അങ്ങനെയാണ്. പരാജയത്തിലേക്ക് പോയപ്പോഴും വിജയിക്കണതിൽ ആ മനോഭാവത്തോടുകൂടി പടപൊരുതിയ ആളുകൾ തന്നെയാണ് ജീവിതത്തിൽ വിജയിച്ചത്. കണ്ണുനീരിന്റെ ഉപ്പും ഇല്ലേ അതിന്റെ കയ്പും അനുഭവിച്ചവർ തന്നെയാണ് സുഹൃത്തുക്കളെ ജീവിതത്തിൽ വിജയിച്ച ആളുകൾ. അതൊക്കെ അനുഭവിക്കേണ്ടി വരും. അങ്ങനെ ആ അനുഭവത്തിന്റെ അവസാനം നമുക്കൊരു വിജയത്തിന്റെ സൂര്യോദയം നിങ്ങളെ തേടി വരും. വിജയത്തിന്റെ ഒരു സൂര്യോദയം നിങ്ങളെ തേടി വരും. അത് വിദൂരമല്ല, ബയോട്ടോറിയത്തിൽ വിദൂരമല്ല. വേറെ ഒരു കോൺസെപ്റ്റ് ചെയ്താലും, വേറെ എന്ത് സൈഡ് ബിസിനസ് നിങ്ങൾ ചെയ്താലും
ഒരിക്കലും നേടിയെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള അച്ചീവ്മെന്റ്സ് നമ്മുടെ തലമുറകളിലേക്ക് കൈമാറാൻ വേണ്ടി സാധിക്കുന്ന ഇല്ലേ നോമിനേഷൻ ഫെസിലിറ്റി ഉള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ആരോഗ്യമാണ്, സമ്പത്താണ് ഏറ്റവും പ്രധാനം. അതിനേക്കാൾ പ്രധാനമാണ് സുഹൃത്തുക്കളെ നമ്മുടെ ടൈം എന്ന് പറയുന്നത്. ആരോഗ്യവും സമ്പത്തും പ്രധാനപ്പെട്ടത് തന്നെയാണ്. അതിനേക്കാൾ പ്രാധാന്യം നിങ്ങൾ സമയത്തിന് കൊടുക്കണം. സമയത്തിന് വില കൽപ്പിക്കുന്നവൻ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. സമയത്തിന് പ്രാധാന്യം കൊടുക്കണം. അത് ഇന്നലത്തെ സമയം ഇനി ഒരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കിട്ടില്ല. കഴിഞ്ഞ വർഷത്തെ സമയം ഇനി ഒരിക്കലും ജീവിതത്തിലേക്ക് കിട്ടില്ല. നമുക്ക് ലിമിറ്റഡ് ഒരു സംശയവും വേണ്ട. ലിമിറ്റഡ് ഇല്ലേ, അത് അഭിനയിക്കുകയാണ് നമുക്ക് ഇല്ലേ. ഒരു മൂലയിലേക്ക് ഒറ്റപ്പെട്ട് കളിയാക്കിപ്പെട്ട് അങ്ങനെ മാറി നിൽക്കാനുള്ളതല്ല. വിജയിച്ച് കാണിച്ചു കൊടുക്കുക. ഞാനും നല്ലൊരു കഥാപാത്രമായിട്ട് ഇവിടെ അഭിനയിക്കുമെന്നുള്ളൊരു ഉറച്ച തീരുമാനം നിങ്ങളുടെ മനസ്സിനുള്ളിൽ എടുക്കാൻ വേണ്ടി സാധിക്കണം. ഡയറക്ട് സെല്ലിങ്ങിന്റെ ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ ഇൻ ഫ്യൂച്ചറിൽ 10-20 വർഷം കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു 10-25 വർഷത്തേക്ക് ഇന്ത്യയിൽ ഡയറക്ട് സെല്ലിങ്ങിന്റെ സുവർണ കാലഘട്ടമാണ്. ഒരു സംശയവും വേണ്ട, സുവർണ കാലഘട്ടമാണ്. ആ സുവർണ കാലഘട്ടം കഴിയുമ്പോൾ ഇവിടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തും ആളുകളെ. അങ്ങനെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുമ്പോൾ കേരളത്തിലെ അല്ലേ ടോപ്പ് ഡയറക്ട് സെല്ലിംഗ് അച്ചീവേഴ്സിന്റെ ലിസ്റ്റ് പല മാഗസീനിലും ഒരുപക്ഷെ ഭാവിയിൽ നമ്മുടെ കുട്ടികളിലെ സ്കൂളുകളിൽ അധ്യയനത്തിൽ ഇല്ലേ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്ന രീതിയിലേക്ക് ഒരു മാറും. അതാണ് ഡയറക്ട് സെല്ലിങ്ങിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി വരുന്ന കാലഘട്ടത്തിന്റെ ഇൻഡസ്ട്രിയാണ്. അപ്പൊ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഒരാൾ ഉണ്ടായിരുന്നു, അവരുടെ കഥയും കാര്യങ്ങളും ജീവചരിത്രവും ഒക്കെ കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന ഇതിലേക്ക് വരും. ഇന്നറിയാം ഒരു കാലത്ത് ഡയറക്ട് സെല്ലിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും പാഠ്യ വിഷയമാണ് എന്താണ് ഡയറക്ട് സെല്ലിംഗ് എന്നുള്ളത്. ഈ അച്ചീവേഴ്സിനെ കുറിച്ച് ബോധവാന്മാരാക്കി കൊടുക്കും. അപ്പോഴാണ് പുതിയ പുതിയ തലമുറകൾ ഈ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുള്ളൂ. അങ്ങനെ ചരിത്രം താളുകളിൽ നിങ്ങളുടെ പേരുകൾ രേഖപ്പെടുത്തണം എന്നുള്ള ഒരു ആവേശം നിങ്ങൾക്ക് ഉണ്ടാകണം സുഹൃത്തുക്കളെ. അതിനു വേണ്ടിയായിരിക്കണം നിങ്ങളുടെ അടുത്ത ദിവസത്തെ പ്രവർത്തനം എന്ന് പറയുന്നത്. ആ രീതിയിലേക്ക് നമുക്ക് ഏറ്റെടുക്കാൻ വേണ്ടി സാധിക്കണം ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ. ഇത്രയും മനോഹരമായി, ഇത്രയും ബന്ധങ്ങൾ സൃഷ്ടിക്കുന്ന, ഇത്രയും വലിയ സൗഹൃദങ്ങൾ സൃഷ്ടിക്കുന്ന, ഇത്രയും എന്താ പറയാ നമുക്ക് ഒരു പാസീവ് ഇൻകം തരുന്ന, ഇത്രയും നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഇല്ലേ എത്രയധികം ബന്ധങ്ങൾ സൃഷ്ടിക്കണം. എല്ലായിടത്തും യാത്ര ചെയ്യാൻ വേണ്ടി സാധിക്കും. എവിടെ പോയാലും സൗഹൃദ ബന്ധങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കുന്ന ഇത്രയും മനോഹരമായ ഇൻഡസ്ട്രി അല്ലെ വേറെ എന്തുണ്ട്? എവിടെ ഇത്രയും നല്ല റെക്കഗ്നേഷൻ കിട്ടും നമ്മൾക്ക് അല്ലെ. നമ്മളൊരു സെയിൽ വെക്കുമ്പോൾ നമ്മളെ ഗ്രൂപ്പിൽ ഫോട്ടോ ഇടുന്നു അല്ലെ, എല്ലാവരും തമ്പടിക്കുന്നു, വിളിക്കുന്നു, കൺഗ്രാറ്റുലേഷൻസ് പറയുന്നു ഇല്ലേ, പൊന്നാട എണീക്കുന്നു, സ്റ്റേജിലേക്ക് വിളിക്കുന്നു, സംസാരിപ്പിക്കുന്നു ഇല്ലേ. ഇത്രയും നല്ല റെക്കഗ്നേഷൻ ലോകത്ത് എവിടെ കിട്ടും ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചും? ഇവിടെ റെക്കഗ്നേഷൻ, അംഗീകാരങ്ങൾക്ക് അംഗീകാരം, പണത്തിന് പണം, സ്നേഹത്തിന് സ്നേഹം, ബന്ധങ്ങൾക്ക് ബന്ധം ഇല്ലേ. ഇതെല്ലാം നൽകുന്ന ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. അതിന്റെ രാജകുമാരനാണ് ഈ ബയോട്ടോറിയം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. സ്റ്റിക്ക് ഓൺ ചെയ്ത് ഇതിനകത്ത് പ്രവർത്തിക്കുക, പാഷനായിട്ട് ഇതിനെ ഏറ്റെടുക്കുക. പാഷനായിട്ട് ഏറ്റെടുത്തവർ മാത്രമേ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളൂ അല്ലെ.